മനുഷ്യൻ എന്നും അന്വേഷണങ്ങൾക്ക് നടുവിലാണ്. മനുഷ്യ ജീവിതത്തിൽ ഒരിക്കൽ പോലും എന്തിനെക്കുറിച്ചെങ്കിലും അന്വേഷിക്കാത്ത മനുഷ്യനുണ്ട് എന്ന് തോന്നുന്നില്ല. ജീവിതത്തിൽ മനുഷ്യൻ അന്വേഷണങ്ങൾ നടത്താറുണ്ട്. അത് അവൻ്റെ ജീവിതത്തിൽ ചില നന്മകളെ കൊണ്ടുവരാറുണ്ട്. നല്ല അന്വേഷണങ്ങൾ നടത്തുന്നത് മനുഷ്യന് നല്ല ലക്ഷ്യങ്ങളിലേക്ക് ചെന്നെത്തുവാൻ തക്കവണ്ണമാണ്. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ അങ്ങനെ അന്വേഷണങ്ങൾ നടത്തുകയും നല്ല വഴികളിലൂടെ ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിച്ചെടുത്ത അനേകരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വഴികളിൽ നിന്ന് വിട്ടുമാറി ദൈവം കൊടുത്ത കൽപ്പനകൾ അനുസരിക്കാത്ത മനുഷ്യരെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ ഇതിലൊക്കെ ഉപരിയായിട്ട് മനുഷ്യനെ സ്നേഹിക്കുകയും അവനെ കരുതുകയും അവൻ്റെ എല്ലാവിധമായ ആവശ്യങ്ങളിലും കൂടെ ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ദൈവത്തെയാണ് ഇതിലൊക്കെ ഉപരിയായിട്ട് നാം കാണുന്നത്. മനുഷ്യന്റെ ആവശ്യങ്ങളിൽ ദൈവം ഇടപെടുകയും മനുഷ്യന് വേണ്ടി പ്രവർത്തിക്കുകയും അവൻ്റെ നന്മ ആഗ്രഹിക്കുകയും വഴിതെറ്റിപ്പോകുന്ന അവസരങ്ങളിലൊക്കെ ദൈവം അവനോട് കൂടെ ചേർന്ന് അവനെ വഴി നടത്തുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ തൻ്റെ ജനത്തോട് എപ്പോഴും തൻ്റെ ജനത്തിൻ്റെ അനുഗ്രഹം, തൻ്റെ ജനത്തിൻ്റെ വളർച്ച എപ്പോഴും ദൈവസന്നിധിയിൽ ഉണ്ട്. നമുക്കറിയാം, പഴയ നിയമ കാലഘട്ടമൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ ദൈവം തൻ്റെ ജനത്തോട് കൂടെ നടക്കുന്നു, നടക്കേണ്ടതായ വഴി അവന് കാണിച്ചു കൊടുക്കുന്നു. സങ്കീർത്തനത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നുണ്ട്: യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടതായ വഴി യഹോവ അവനെ കാണിച്ചു കൊടുക്കും. യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടതായ വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും. ദൈവത്തിൽ ആശ്രയിച്ച് ഉറച്ചിരിക്കുന്ന ഭക്തനായ ഒരു മനുഷ്യന് നടക്കേണ്ടുന്നതായ വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. അത് അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ അനുഭവ പശ്ചാത്തലങ്ങളിൽ നിന്നുകൊണ്ടാണ് ഈ സങ്കീർത്തനക്കാരൻ പറയുന്നത്. കാരണം അവർക്കറിയാം, ഈജിപ്തിലെ പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും അടിമത്തത്തിന്റെയും ഒക്കെ അനുഭവത്തിൽ ദൈവം വലിയൊരു വഴി അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. കരച്ചിലും പ്രയാസത്തിന്റെയും പ്രതിസന്ധിയുടെയും കാലഘട്ടമായിരുന്നു ഈജിപ്തിന്റെ അടിമത്തം എന്ന് പറയുന്നത്. കാരണം സ്വാതന്ത്ര്യമില്ല, ദൈവത്തെ ആരാധിക്കുവാൻ പോലും കഴിയാതെ നിൽക്കുന്ന ദൈവത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ട സ്വന്തം ജനം. ആ സന്ദർഭത്തിൽ ദൈവം ഇസ്രായേൽ ജനത്തിന്റെ നിലവിളി കേട്ടുകൊണ്ട് മോശയെ അവർക്ക് വഴി കാണിപ്പാനായിട്ട് മുൻപേ നിന്നുകൊണ്ട് നയിപ്പാൻ തക്കവണ്ണം മോശയെ അയച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അവർ ദൈവത്തിന്റെ വഴി മോശ മുഖാന്തരമായിട്ട് മനസ്സിലാക്കി ആ വഴിയെ കൂടെ നടന്ന് വാഗ്ദത്ത നാട്ടിൽ, പാലും തേനും ഒഴുകുന്ന നാട്ടിലേക്ക് കടന്നു വരുന്നുണ്ട്. അങ്ങനെ ജീവിതത്തിൽ യഹോവയുടെ വഴിയെ സഞ്ചരിച്ച അവസരങ്ങളിലൊക്കെയും ദൈവം അവരെ വഴി നടത്തുന്ന ശക്തമായ ഒരനുഭവം ഇസ്രായേലിന്റെ ചരിത്രത്തിൽ. അതുകൊണ്ടാണ് എപ്പോഴും ദാവീദ് പറഞ്ഞത്: യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ തിരഞ്ഞെടുക്കേണ്ടതായ വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും. പലപ്പോഴും ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകും. നടക്കേണ്ടതായ വഴി എന്റെയും നിങ്ങളുടെയും ജീവിതത്തിലൊക്കെ തെറ്റിപ്പോയിട്ടുണ്ടായിരിക്കാം. പക്ഷേ അവിടെയൊക്കെ ദൈവം നമ്മളെ തിരിച്ചു വിളിക്കുന്നുണ്ട്. നമ്മൾ യാത്ര ചെയ്യുന്ന അവസരങ്ങളിൽ ശരിയായ ലക്ഷ്യത്തിൽ എത്തിച്ചേരുവാൻ തക്കവണ്ണം ചില സൈൻ ബോർഡുകളൊക്കെ നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാറുണ്ട്. നാം ചിലപ്പോൾ സഞ്ചരിക്കുന്ന വഴികൾ വ്യക്തമായിട്ട് നമുക്കറിയില്ലായിരിക്കാം. പക്ഷെങ്കിൽ ആ ലക്ഷ്യത്തിലേക്ക് ചെന്നെത്തുവാൻ തക്കവണ്ണം ചില സൈൻ ബോർഡുകൾ നമ്മുടെ മുൻപിലുണ്ട്. അതിനെ ശരിയായി മനസ്സിലാക്കി മുൻപോട്ട് നീങ്ങിയാൽ ലക്ഷ്യത്തിൽ എത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കും. അങ്ങനെ ഇസ്രായേലിന്റെ ജീവിത കാലഘട്ടത്തിൽ ഇസ്രായേൽ ജനതയുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ദൈവം അവരെ അതിശയകരമായി വഴി നടത്തിയ പല വഴികളെയും കാണാം. അവരെ വാഗ്ദത്ത നാട്ടിൽ കൊണ്ടെത്തിച്ചു. പക്ഷെങ്കിൽ അതിനൊക്കെ ശേഷം ജനം ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് വിട്ടുപോകുന്നുണ്ട്. അങ്ങനെ വിട്ടുപോകുന്ന സന്ദർഭത്തിൽ ദൈവം തൻ്റെ ജനത്തോട് കരുണയുള്ളവനാണ്, തൻ്റെ ജനത്തെ സ്നേഹിക്കുന്നവനാണ്.
ജനത്തിൽ നിന്ന് എന്തൊക്കെ അതിക്രമങ്ങൾ ഉണ്ടായാലും, പാപത്തിന്റെയും തിന്മയുടെ അനുഭവങ്ങളൊക്കെ ഉണ്ടായാലും അവരെ സ്നേഹിക്കുന്ന ദൈവത്തെയാണ് നാം കാണുന്നത്. അതുകൊണ്ടാണ് പ്രവാചകന്മാർ മുഖാന്തരമായിട്ട് ദൈവം തിരികെ വരണമെന്ന് ജനത്തോട് പറയുന്നത്. നമുക്കറിയാം പ്രവാചകന്മാരുടെ ജീവിത ഉദ്ദേശം എന്താണ്? ദൈവത്തിന് വേണ്ടി ജനത്തോട് സംസാരിക്കുക. അങ്ങനെയുള്ള പഴയ നിയമ കാലഘട്ടത്തിലെ പ്രസിദ്ധനായ പ്രവാചകനായിരുന്നു ഇരമ്യാവ് എന്ന് പറയുന്നത്. ഇരമ്യാവിനെ പറ്റി വിലാപങ്ങളുടെ പ്രവാചകൻ എന്നൊക്കെ നാം പറയാറുണ്ട്. തന്റെ പ്രവാചക ദൗത്യം ശകലം പ്രയാസങ്ങളൊക്കെ സഹിച്ചുകൊണ്ടാണേലും ജീവിതത്തിൽ നിറവേറ്റിയ മനുഷ്യനായിരുന്നു ഇരമ്യാവ് എന്ന് പറയുന്നത്. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രവൃത്തികളും ജീവചരിത്രങ്ങളും ഒക്കെയും അടങ്ങിയതാണ്. ദൈവത്തിന്റെ വചനത്തിന്റെ ശക്തി കൊണ്ട് തന്റെ സ്വന്തം ജനതയ്ക്ക് എതിരെ ചില പ്രവചനങ്ങളൊക്കെ ഈ പ്രവാചകന് നടത്തേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. കാരണം വേറൊന്നുമല്ല, ജനം ദൈവം കാണിച്ചു കൊടുത്ത വഴിയിൽ നിന്ന് അകന്നു പോയ സന്ദർഭങ്ങളിലാണ്. പ്രവാചകന്റെ ദൗത്യം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് വഴിതെറ്റിപ്പോയ ജനത്തെ യഥാർത്ഥമായ വഴിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. അങ്ങനെ ദൈവമുഖാന്തരമായിട്ട് പ്രവാചകൻ പറയുന്ന ഒരു സന്ദേശമാണ് ഇന്നത്തെ അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വിശുദ്ധ വേദഭാഗം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇരമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യം. ഇവിടെ ഇപ്രകാരം പ്രവാചകൻ മുഖാന്തരമായി യഹോവ തന്റെ ജനത്തോട് പറയുകയാണ്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ നടക്കയില്ല എന്ന് പറയുന്നു. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് പഴയ വഴികളെ നോക്കി ചോദിച്ചതിൽ നടപ്പിൻ. എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. അവരോ ഞങ്ങൾ അതിൽ കൂടി നടക്കയില്ല എന്ന് പറയുന്നു. ഇസ്രായേൽ ജനത്തിന് യഹോവയാം ദൈവം ഇരമ്യാ പ്രവാചകൻ മുഖാന്തരം കൊടുത്ത ഒരു സന്ദേശമാണ് ഞാൻ നിങ്ങളും വായിച്ചു കേട്ടത്. ഇതിനേക്കാളും കുറെ കൂടെ നല്ല ഒരു വേർഷനിൽ ഇപ്രകാരം കാണുന്നുണ്ട്. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ച് നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക, അപ്പോൾ നിങ്ങൾ വിശ്രാന്തി അടയും. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇസ്രായേൽ ജനം കനാൻ ദേശത്ത് വന്ന് പാർത്തു. ദൈവം സകലവിധ അനുഗ്രഹങ്ങളാലും ജനത്തെ നിറച്ചു. ആദ്യമേ ഞാൻ പറഞ്ഞു, പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ വഴിയിലൂടെ യാത്ര ചെയ്ത് ദൈവം അവരെ നയിക്കുവാൻ തക്കവണ്ണം മോശയെ ഏർപ്പാട് ചെയ്തു. മോശ ദൈവത്തിന്റെ വഴികളെ ജനത്തിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ ദൈവം അതത് സമയത്ത് മോശയ്ക്ക് അരുളപ്പാടുകൾ കൊടുത്തു. ദൈവത്തിന്റെ വഴി എന്തെന്ന് ജനത്തെ വ്യക്തമായിട്ട് ബോധിപ്പിച്ചു. അതുമൂലം ജനം ദൈവത്തിന്റെ വഴികളിലൂടെ നടന്നു. ദൈവം അവർക്ക് പാലും തേനുമൊഴുകുന്ന സമ്പൽ സമൃദ്ധിയുടെ അനേക പ്രതിസന്ധികളിലൂടെ അവര് കടന്നു വന്നുവെങ്കിലും ദൈവം അവരെ വിമോചിപ്പിച്ച് വാഗ്ദത്ത നാട്ടിലേക്ക് എത്തിച്ചു. അവിടെ വന്ന ജനം നേരെ കടകം മറിയുകയാണ്. സമ്പൽ സമൃദ്ധിയുടെയും സമ്പത്തിന്റെയൊക്കെ അനുഭവത്തിൽ ദൈവം അനുഗ്രഹിച്ചു കൊടുത്ത നാടാണ് കനാൻ ദേശം. അവിടെ വന്ന ജനം ദൈവത്തിന്റെ വചനങ്ങളെ അനുസരിക്കാതെ ദൈവത്തിൽ നിന്നും അകന്ന് പോകുകയാണ്. അതിനെക്കുറിച്ച് 4-ാമത്തെ അധ്യായത്തിലൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ജനം അവിടെ വന്ന് സാമൂഹികമായിട്ടും ധാർമ്മികമായിട്ടും ഒക്കെ അധംപതിക്കുകയാണ്. ജനത്തിന്റെ ഇടയിൽ നിന്ന് പ്രത്യേകം പറയുന്ന ഒരു കാര്യമാണ്, അവരുടെ ഇടയിൽ നിന്ന് നീതിബോധം നഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ഇസ്രായേലിന്റെ ധാർമ്മികതയും സാമൂഹ്യമായ അധംപതനവും ആത്മീകമായി പോലും അധംപതിക്കുന്ന സമൂഹമായിട്ട് ഇസ്രായേൽ മാറുകയാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ വ്യക്തമായിട്ട് പറയുന്നത്, അവരുടെ നീതിബോധം തന്നെ നശിച്ചുപോയി എന്ന് പറയുന്നു. ഒന്ന് ചിന്തിച്ച് നോക്കുക, പുറകോട്ട് തിരിഞ്ഞ് നോക്കുക. എത്ര വലിയ കാര്യങ്ങളിലൂടെയാണ്
ദൈവം ഈ നാട്ടിലേക്ക് ഇസ്രായേൽ ജനത്തെ കൊണ്ടുവന്നത്. പ്രയാസങ്ങളും പ്രതിസന്ധികളും നിറഞ്ഞ വഴികളിലൂടെ. വലിയ ജെറിഹോ മതിലുണ്ടായിരുന്നു, യോർദാന്റെ പ്രയാസമുണ്ടായിരുന്നു, കടല് രണ്ടായിട്ട് കീറുന്നു. ഇങ്ങനെ എന്തെല്ലാം വൻ കാര്യങ്ങൾ ചെയ്ത് യഹോവ തന്റെ ജനത്തെ മോശ മുഖാന്തരമായിട്ട് ദൈവത്തിന്റെ വഴികളിലൂടെ നടത്തി വാഗ്ദത്ത നാട്ടിലേക്ക് കൊണ്ടുവന്നു. എന്നാൽ ഇവിടെ വന്ന ജനം തങ്ങളുടെ നീതിബോധം നഷ്ടപ്പെടുന്നു, ധാർമ്മികമായ അനുഭവങ്ങൾ നഷ്ടപ്പെടുന്നു, ആത്മീകമായിട്ട് തന്നെ തളരുന്ന ഒരു ജനമായിട്ട് മാറുകയാണ്. കാരണം വേറെയൊന്നുമല്ല, അവരെ ഇത്രത്തോളം നടത്തിയ ദൈവത്തെ മറന്നിട്ട് ബാൽ വിഗ്രഹങ്ങളെ സേവിക്കുന്ന ജനം. അതിശയകരമായ വിധം മറ്റ് ദൈവങ്ങൾക്കൊന്നും സാധിക്കാത്ത വിധത്തിൽ പകല് മേഘസ്തംഭമായും രാത്രി അഗ്നിത്തൂണായും നിന്നുകൊണ്ട് ജനത്തെ വഴി നടത്തി. അവർക്ക് ഭക്ഷണം ഇല്ലാതെയിരുന്ന സന്ദർഭത്തിൽ ദൈവം സ്വർഗത്തിൽ നിന്ന് ഭക്ഷണം ഇറക്കി ജനത്തെ പോഷിപ്പിച്ചു. ഇത്രയേറെ അവരെ നയിച്ച, അത്രയേറെ അവരെ സ്നേഹിച്ച, തെരഞ്ഞെടുത്ത ഒരു ദൈവമില്ല. ആ ദൈവത്തിന്റെ അനുഭവത്തിൽ നിന്ന് മാറി ബാലുഗ്രഹങ്ങളെയൊക്കെ സേവിക്കുന്ന ഈ ജനത്തെയാണ് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാമത്തെ അധ്യായത്തിൽ പ്രവാചകൻ പ്രകാരം പറയുന്നുണ്ട്, നിന്റെ മ്ലേച്ഛ വിഗ്രഹങ്ങളെ എന്റെ മുമ്പിൽ നിന്ന് നീക്കിക്കളയുമെങ്കിൽ നീ അലഞ്ഞ് നടക്കേണ്ടി വരികയില്ല. യഹോവയാണ് ഇന്ന് നീ പരമാർത്ഥമായും ന്യായമായും നീതിയായും സത്യം ചെയ്യുകയും ജാതികൾ അവനിൽ തങ്ങളെ തന്നെ അനുഗ്രഹിച്ച് അവനിൽ പുകഴുകയും ചെയ്യും. ഇസ്രായേൽ ജനം ചെയ്തതെന്ന് വെച്ചാൽ തങ്ങളെ നടത്തി ഇവിടെ കൊണ്ടുവന്ന ദൈവത്തിന്റെ വഴികളെ വിട്ടുതിരിഞ്ഞ് മ്ലേച്ഛ വിഗ്രഹങ്ങളുടെ ബാലിനെ സേവിക്കുന്ന അനുഭവത്തിലേക്ക് പോയി. അവരുടെ ഇടയിൽ നിന്ന്, സമൂഹത്തിൽ നിന്ന് നീതിബോധം നഷ്ടപ്പെട്ടു. അവർ മിസ്രയീമിന്റെ അടിമത്തത്തിൽ, തങ്ങൾ അടിമത്തത്തിന്റെ അനുഭവത്തിൽ അവിടെ അടിമകളായി ജീവിച്ചു എന്ന സാഹചര്യം അവരെ മറന്നുകൊണ്ട് തങ്ങളുടെ ഇടയിൽ തന്നെയുള്ള ജനങ്ങളെയൊക്കെ പീഡിപ്പിക്കുവാൻ തക്കവണ്ണം ജനം തുടങ്ങി. വന്ന കഴിഞ്ഞ കാല അനുഭവങ്ങളെ ജനം മറന്നു, നീതിബോധം നഷ്ടപ്പെട്ടു. ധാർമ്മികമായി അതമ്പതിച്ച ജനസമൂഹത്തിന് മുൻപിൽ ഇത് കണ്ടുകൊണ്ട് പ്രവാചകൻ മുഖാന്തരമായി യഹോവയായ ദൈവം ജനത്തിന് കൊടുക്കുന്ന സന്ദേശമാണ് യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 16-ാമത്തെ വാക്യത്തിൽ വിലപിച്ചുകൊണ്ട് പ്രവാചകൻ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ വഴിക്കവലകളിൽ ചെല്ലുവിൻ, പഴയ വഴി ഏതെന്ന് ചോദിക്കുവിൻ, അതിൽ തന്നെ നടപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രാമം ലഭിക്കും. നിങ്ങൾ വഴിക്കവലകളിൽ ചെല്ലുവിൻ, അവിടെ ചെന്ന് പഴയ വഴി ഏതെന്ന് ചോദിക്കുവിൻ, അതിൽ തന്നെ നടപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. എന്താണ് പഴയ വഴി? തങ്ങളുടെ പിതാക്കന്മാർ യഹോവയായ ദൈവത്തിന്റെ കൂടെ നടന്നു, അവൻ പറഞ്ഞ എല്ലാ പ്രമാണങ്ങളും അനുസരിച്ചു, ദൈവത്തോട് കൂടെ ജനം നടന്നു, ദൈവത്തിന്റെ വഴിയെ നടന്നു. ആ വഴി ചോദിക്കുവാനും അറിയുവാനും അതിൽ തന്നെ നടപ്പാനും തക്കവണ്ണം ദൈവസന്നിധിയിൽ നിന്ന് തെറ്റിപ്പോയ ജനത്തോട് ഇവിടെ പ്രവാചകൻ അരുളി ചെയ്യുകയാണ്. ദൈവം പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയം നൽകും. എന്ത് തെറ്റ് ചെയ്താലും, വഴികളിൽ നിന്ന് മാറിപ്പോയാലും തിരിച്ച് കൊണ്ടുവരുവാൻ തക്കവണ്ണം ഇത്രയേറെ ശ്രമിക്കുന്ന വേറൊരു ദൈവവും ചരിത്രത്തിലോ മറ്റു മതങ്ങളിലോ ഒന്നും കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മനുഷ്യൻ തെറ്റ് ചെയ്യുന്നു, പക്ഷെങ്കിൽ ഇത്രയേറെ സ്നേഹിച്ചുകൊണ്ട് തിരികെ ആ വഴികളിലേക്ക് കടന്നു വരുവാൻ ജനത്തെ വിളിക്കുന്ന, ഇത്ര സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയില്ല. പഴയ നിയമ കാലഘട്ടത്തിലെ ദൈവത്തെക്കുറിച്ചൊക്കെ നാം പറയുന്നുണ്ട്. ദൈവം എന്ന് പറയുന്നത് വളരെ പെട്ടെന്ന് കോപിക്കുകയും മനുഷ്യനെ ശിക്ഷിക്കുകയൊക്കെ ചെയ്യുന്ന ദൈവമാണ് പഴയ നിയമ കാലഘട്ടത്തിലെ ദൈവം. എന്നാൽ പുതിയ നിയമ കാലഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം സ്നേഹമാകുന്നു, സ്നേഹിക്കുന്ന ദൈവമാകുന്നു. നമുക്കറിയാം, മോശയ്ക്കെതിരെ പിറുപിറുത്ത ജനത്തിന് പറ്റിയതായ കാര്യങ്ങൾ, ഭൂമി പിളരുകയും ജനത്തെ മുഴുവൻ നശിപ്പിക്കുകയും ജനം പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ അനുഭവിച്ചു ദൈവത്തിന്റെ ദാസനായ മോശയ്ക്ക് എതിരെ സംസാരിക്കുമ്പോൾ. അത്രയ്ക്ക് കഠിനമായി ഉപദ്രവിക്കുന്ന ദൈവത്തെയാ കാണുന്നത്. എന്നാൽ തിരിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കുക. താൻ തെരഞ്ഞെടുത്ത് ഒരു ജനത്തിനും കൊടുക്കാത്തതായ നല്ല പദവികൾ കൊടുത്തുകൊണ്ട് ഒരു സമൂഹത്തെ എടുത്തു. പക്ഷെങ്കിൽ
അവര് ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടുതിരിഞ്ഞ് ബാലിന്റെ വിഗ്രഹങ്ങളെ സേവിക്കുന്നു. സാമൂഹ്യമായ നീതിബോധം തന്നെ ജനത്തിന്റെ ഇടയിൽ നഷ്ടപ്പെട്ട് ധാർമ്മികതയുടെ അനുഭവങ്ങൾ ജനത്തിന്റെ ഇടയിൽ നിന്ന് നഷ്ടപ്പെടുന്നു. ആ സന്ദർഭത്തിലാണ് തൻ്റെ ജനത്തോട് സ്നേഹമുള്ള, താൻ തിരഞ്ഞെടുത്ത ജനത്തോട് അലിവുള്ളവനായ, താൻ തിരഞ്ഞെടുത്ത ജനത്തെ സ്നേഹിക്കുന്നവനായ ദൈവം ഇവിടെ പ്രവാചകൻ മുഖാന്തരമായി ജനത്തോട് പറയുകയാണ്. പ്രവാചകൻ വിലാപത്തോടുകൂടെ പ്രയാസത്തോടുകൂടെ പറയുകയാണ്, നിങ്ങൾ പഴയ വഴികളെ നോക്കുവിൻ, തിരികെ നടന്ന് ദൈവ സന്നിധിയിലേക്ക് വരുവിൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. ഇന്ന് നിങ്ങൾക്ക് പല പ്രയാസങ്ങൾ ജനത്തിന് ഉണ്ടാകുന്നു, പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. നിങ്ങൾ തിരിഞ്ഞ് നിങ്ങളുടെ പിതാക്കന്മാരുടെ പാതകളെ നോക്കുവീനെന്ന് എവിടെ പറയുകയാണ്. നമ്മുടെ ആധുനിക ജീവിത സാഹചര്യങ്ങളിലും അനേക പ്രയാസങ്ങളും പ്രതിസന്ധികളുമായിട്ടാണ് മനുഷ്യൻ ഓടി നടക്കുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങളൊക്കെ മാറ്റപ്പെട്ടു. ഞാനും നിങ്ങളും ഒക്കെ ജീവിക്കുന്നത് പുതിയ ജീവിത സാഹചര്യങ്ങളിലാണ്. പഴയതിൽ നിന്ന് ഒത്തിരി വ്യത്യസ്തമാണ്. ഒരുപക്ഷെ എന്നേക്കാൾ കൂടുതൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പഴയ ജീവിത സാഹചര്യങ്ങളെ അറിയുവാനും മനസ്സിലാക്കുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ആ ജീവിത സാഹചര്യങ്ങളിൽ പഴയ മനുഷ്യൻ വെച്ചു പുലർത്തിയതായ ചില നീതിബോധവും സാമൂഹികമായ അവന്റെ കടപ്പാടുകളും അവന്റെ ധാർമ്മികതയും ഇതുൾപ്പെടെയാണ് ഇന്നുള്ള മനുഷ്യ സമൂഹം ഉപേക്ഷിച്ചിരിക്കുന്നത്. ഇന്ന് പുതിയ ജീവിത സംസ്കാരങ്ങളും പുതിയ ജീവിത രീതികളും സുഖ സൗകര്യങ്ങളും ഒക്കെ നമുക്കുണ്ട്. ഇത് തന്നെയാ പണ്ട് ഇസ്രായേലിന് പറ്റിയത്. അവരെ ദൈവം തമ്പുരാൻ കൊണ്ടുവന്നിട്ട് എല്ലാ ലോലുപതയുടെയും പാലും തേനും ഒഴുകുന്ന ആ ദേശത്ത് കൊണ്ട് ദൈവമാക്കി. ഇന്ന് നമ്മുടെ മുമ്പിലും എല്ലാവിധമായ സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. കുറെ നാളുകൾക്ക് മുമ്പുണ്ടായിരുന്നതായ നമ്മുടെ ജീവിത രീതികളോ ജീവിതചര്യകളോ ഒന്നുമല്ല ഇന്ന് ഉള്ളത്. പക്ഷെങ്കിൽ ആ ജനത്തിന് സംഭവിച്ചതായ കാര്യങ്ങൾ നമ്മുടെ ഇടയിലും സംഭവിക്കുന്നുവോ എന്നത് ഒരു ചോദ്യമാണ്. കാരണം ആ ജനം ഈ സുഖമെല്ലാം കൂടെ കൂടി വന്നു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ജീവിതത്തിലെ ധാർമ്മികതയ്ക്ക് സ്ഥാനമില്ലാതെയായി. സ്വന്തം അയൽക്കാരനെ ദ്രോഹിക്കുന്ന അനുഭവത്തിലേക്ക് മാറി. ധാർമ്മികത മാറിപ്പോയി. സമൂഹത്തിൽ നീതിബോധം നഷ്ടപ്പെട്ട സമൂഹമായിട്ട് മാറി. ഇന്ന് ഞാനും നിങ്ങളും ജീവിക്കുന്ന ജീവിത സാഹചര്യങ്ങൾ എപ്രകാരമാണ് എന്ന് ചിന്തിച്ച് നോക്കുക. ഇസ്രായേൽ ജനത്തിന് തുല്യമായ ജീവിത സാഹചര്യങ്ങളിലേക്കാണോ ഞാനും നിങ്ങളും മാറിപ്പോകുന്നത്? അതോ ദൈവം കാണിച്ചു തന്നതായ വഴികളിലൂടെയാണോ ഞാനും നിങ്ങളും സഞ്ചരിക്കുന്നത്? ഇവിടെ ഈ പ്രവചന പുസ്തകത്തിലെ ഈ വാക്യം എന്നോടും നിങ്ങളോടും ഈ കാലഘട്ടത്തിൽ വളരെ പ്രസക്തമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു തിരിഞ്ഞ നോട്ടത്തിന്റെ അനുഭവം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഈ വിശുദ്ധ വേദഭാഗത്തിൽ പറയുന്നു, നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് ശ്രദ്ധിച്ച് നോക്കുവിൻ. നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് ശ്രദ്ധിച്ച് നോക്കുവിൻ. ഈ വഴിക്കവലകൾ എന്ന് പറയുന്നത് അനേക സാധ്യതകളുടെ ഒരു സ്ഥലമാണ്. അനേകമായ സാധ്യതകൾ ഒളിഞ്ഞു കിടക്കുന്നതായ ഒരു സ്ഥലമാണ് ഈ വഴിക്കവലകൾ എന്ന് പറയുന്നത്. ഈ വഴി എന്ന് പറയുന്നത് നമുക്കറിയാം, ഇസ്രായേലിന്റെ ചരിത്രത്തിൽ ഇതുപോലെ പല വഴിക്കവലകളിൽ അവർ അകപ്പെട്ടു പോയിട്ടുണ്ട്. മുമ്പിലോട്ടുള്ള ശരിയായ വഴി ഏതെന്ന് തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ചില പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ ഇസ്രായേൽ ജനത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയൊക്കെയും ദൈവം വലിയ പ്രവാചകന്മാരെയും അതുപോലെ തന്നെ ശരിയായ വഴി കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം അതിന് തക്കതായ ആളുകളെയും അവർക്ക് ഏൽപ്പിച്ചു കൊടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ഇസ്രായേൽ ജനത്തെ വിമോചിപ്പിക്കുവാൻ മോശ എന്ന വലിയ പ്രവാചകനെ കൊടുത്തു. നടക്കേണ്ടതായ വഴി, യഹോവയുടെ വഴി ഏതെന്ന് ശക്തമായിട്ട് അറിയുവാൻ തക്കവണ്ണം പ്രവാചകന്മാരെ ദൈവം കൊടുത്തു, ന്യായാധിപന്മാരെ ദൈവം കൊടുത്തു. പക്ഷേ എവിടെയൊക്കെ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ജനം തെറ്റിപ്പോയിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ വഴിക്കവലകളുടെ അനുഭവങ്ങളിൽ ജനം വന്ന് നിന്നിട്ട് അവര് തെറ്റിപ്പോയ അനേക സാഹചര്യങ്ങളുണ്ട്. നമുക്കറിയാം ആദിമ മാതാപിതാക്കളുടെ ചരിത്രം. ദൈവം എല്ലാം അവർക്ക് കൊടുത്തു. നടക്കേണ്ടതായ വഴി വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. അതിലുപരിയായിട്ട് ദൈവം അവരോടുകൂടി തന്നെയാ നടന്നിരുന്നത്. ദൈവത്തോടുകൂടെ എപ്പോഴും സഞ്ചരിക്കുവാനും ഈ ജനം
ദൈവത്തോടു കൂടെ എപ്പോഴും നടക്കുവാനും ഈ ആളുകൾ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ വഴിയിൽ നിന്ന് ദൈവം വ്യക്തമായിട്ട് വഴി അവർക്ക് പറഞ്ഞു കൊടുത്തിരുന്നു. പറഞ്ഞു കൊടുത്തു, ഈ തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം മാത്രം ഭക്ഷിക്കരുത്. ഈ തോട്ടത്തിലെ എല്ലാം നിങ്ങൾക്ക് ഭക്ഷിക്കുവാനായിട്ട് സാധിക്കും, എല്ലാം നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. പക്ഷെങ്കിൽ ആ വഴിയെ മാത്രം, ആ വൃക്ഷത്തിന്റെ വഴിയെ മാത്രം നിങ്ങൾ സഞ്ചരിക്കരുത് എന്ന് പറഞ്ഞു. പക്ഷെങ്കിൽ ജനം അത് ശ്രദ്ധിച്ചില്ല. ആദിമ മാതാപിതാക്കൾ അത് ശ്രദ്ധിച്ചില്ല. അവർ ദൈവം കൊടുത്തിരുന്ന വഴിയിൽ നിന്ന് വിട്ട് അകന്ന് തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ചു. അതിന്റെ ഫലമായിട്ട് ജനം അവിടെ നിന്ന് ആദമും ഹൗവയും ഏദൻ തോട്ടത്തിന്റെ അനുഭവത്തിൽ നിന്ന്, പർദീസയുടെ അനുഭവത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. പക്ഷെങ്കിൽ അവിടെയും വഴിതെറ്റിപ്പോയ ജനത്തെ വീണ്ടെടുക്കുവാനായിട്ട് ദൈവത്തിന്റെ സ്നേഹത്തെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. കടന്നു വരുമ്പോ ഇസ്രായേൽ ജനത്തിന്റെ ഓരോരോ ചരിത്രങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ഇതുപോലുള്ള വഴിക്കവലുകളിൽ അവര് അകപ്പെട്ടു പോയിട്ടുണ്ട്. പക്ഷെങ്കിൽ അവിടെയൊക്കെയും ദൈവത്തിന്റെ വഴിയെ തിരിഞ്ഞു വരുവാനായിട്ട് ഇവര് ശ്രമിക്കുകയും ദൈവം അതിന് പ്രവാചകന്മാരെയും പുരോഹിതന്മാരെയും എഴുന്നേൽപ്പിച്ചതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇത് ദൈവത്തിന്റെ വലിയ സ്നേഹത്തിന്റെ അടയാളമാണ്. കാരണം തൻ്റെ ജനം, തന്നെ ആരാധിക്കുന്ന ഒരു സമൂഹം പ്രയാസത്തിന്റെയും പ്രതിസന്ധികളുടെയും ഒക്കെ ആകുന്ന വഴിക്കവലകളിൽ അകപ്പെട്ടു പോകുന്നതായ സന്ദർഭങ്ങളിൽ അവരെ തിരിച്ച് ദൈവ സന്നിധിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവം സന്മനസ്സുള്ളവരാണ്. അതിന് ദൈവത്തിന്റെ വചനങ്ങളെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇവിടെ പ്രവാചകൻ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വ്യത്യാസപ്പെട്ടു പോയിരിക്കുന്നു, മാറിപ്പോയിരിക്കുന്നു. വഴിക്കവലുകളിൽ നിങ്ങൾ ചെന്ന് ശ്രദ്ധിച്ച് നോക്കുവിൻ. ഈ ഒരു ചോദ്യം നമ്മളോട് കൂടാണ് ദൈവം തമ്പുരാൻ പറയുന്നത്. നാം ഇന്ന് ആയിരിക്കുന്നത് ഏത് പ്രയാസത്തിന്റെയോ പ്രതിസന്ധിയുടെയോ ബുദ്ധിമുട്ടിന്റെയോ ഒക്കെ അനുഭവമാണ്. അവിടെ ചെന്ന് ശ്രദ്ധിച്ച് ദൈവത്തിന്റെ വഴി ഏതെന്ന് മനസ്സിലാക്കി അതിലൂടെ നടക്കുവാൻ സാധിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ വിശ്രാമത്തിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് ഇവിടെ കർത്താവ് ഓർപ്പിക്കുകയാണ്. ഞാനും നിങ്ങളും ദേവാലയത്തിന്റെ അനുഭവത്തിലേക്ക് ഒക്കെ കടന്നു വന്നിരിക്കുന്നത്, പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. ജീവിതത്തിൽ ഒരു നല്ല വഴി കാട്ടിത്തരുവാൻ തക്കവണ്ണം, ദൈവസന്നിധിയിൽ നിന്ന് ഒരു നല്ല വഴി ചോദിച്ച് അറിയുവാൻ തക്കവണ്ണം. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് പറഞ്ഞത്, യഹോവ ഭക്തനായ പുരുഷനാർ, അവൻ നടക്കേണ്ടതായ വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും, അവൻ തിരഞ്ഞെടുക്കേണ്ടുന്ന വഴി യഹോവ അവന് കാണിച്ചു കൊടുക്കും. നല്ല ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുവാൻ തക്കവണ്ണം, ദൈവികമായ അനുഗ്രഹങ്ങൾ പ്രാപിപ്പാൻ, ജീവിത വിജയങ്ങൾ നേടുവാൻ തക്കവണ്ണം നല്ല വഴികൾ ആവശ്യമാണ്. അത് തിരഞ്ഞെടുക്കേണ്ടതായ മാർഗങ്ങൾ അന്വേഷിക്കുവാൻ തക്കവണ്ണം, ആ മാർഗത്തിലൂടെ ചരിക്കുവാൻ തക്കവണ്ണമാണ് ഞാനും നിങ്ങളും ഈ ദേവാലയത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ ജീവിതവും പ്രവൃത്തികളും നേരായ വഴികളെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം ആയിരിക്കണം. പലപ്പോഴും നമ്മുടെ മുമ്പിൽ അനേക സാധ്യതകൾ നിലനിൽപ്പുണ്ട്, ഒത്തിരി ചോയ്സ് നമ്മുടെ മുമ്പിൽ നിലനിൽപ്പുണ്ട്. പക്ഷെങ്കിൽ അതിനെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം, നല്ലതിനെ തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഒരിക്കൽ ഒരു മനുഷ്യന്റെ അടുക്കൽ പിശാച് കടന്നു ചെന്നു. ഈ മനുഷ്യൻ എന്ന് പറയുന്നത് വളരെ പ്രയാസത്തിന്റെ അനുഭവത്തിൽ ഇരിക്കുകയാണ്. കാരണം അയാൾ മരിച്ചു പോകും എന്ന് അയാൾക്ക് ഏകദേശം ഉറപ്പായ സാഹചര്യമാണ്. അയാള് വളരെ പ്രതിസന്ധിയുടെയും പ്രയാസത്തിന്റെയും ഒക്കെ അനുഭവത്തിലിരിക്കുക. കാരണം ഒരു മനുഷ്യന് ബോധ്യമായിരിക്കുകയാണ് അയാൾ മരിച്ചു പോകുമെന്ന്. ഈ സന്ദർഭത്തിൽ പിശാച് മനുഷ്യന്റെ അടുക്കിലേക്ക് കടന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിന്നോട് 2-3 കാര്യങ്ങളൊക്കെ പറയും, അതിലേതെങ്കിലും ഒരു കാര്യം നീ അനുസരിച്ചാൽ നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരാമെന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഒരു വഴിക്കവലയുടെ അനുഭവത്തിൽ അകപ്പെട്ടു പോയിരിക്കുക. അതിന് മുമ്പിൽ അനേക സാധ്യതകളുണ്ട്. ഈ പിശാച് 2-3 സാധ്യതകൾ ഈ മനുഷ്യന്റെ മുൻപിൽ വെക്കുകയാണ്. കാരണം എല്ലാം നഷ്ടപ്പെടാൻ പോകുന്ന മനുഷ്യനാ. കാരണം ഈ ലോകത്തിലെ ജീവിതം അവസാനിക്കാൻ പോവുക, അവന്റെ എല്ലാം തീരുകയാണ്.
അവന് മരണം സംഭവിക്കാൻ പോകുക. അപ്പോഴാണ് പിശാച് അവന്റെ അടുക്കൽ വന്നിട്ട് ഈ കാര്യങ്ങൾ പറയുന്നത്. അത് ആരാണെങ്കിലും അറിയാതെ സമ്മതിച്ചു പോകും. ഈ മനുഷ്യനോട് പിശാച് പറഞ്ഞു, ഞാൻ 3 കാര്യങ്ങൾ നിന്നോട് പറയും, അതിലേതെങ്കിലും ഒന്ന് നീ അനുസരിച്ചാ മതി, നിനക്ക് ഇതിൽ നിന്ന് വിമുക്തി കിട്ടുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഈ പിശാച് ഈ മനുഷ്യനോട് പറഞ്ഞു, ഒന്നാമതായി പറയുകയാണ്, നീ നിന്റെ വീട്ടിലെ വേലക്കാരനെ കൊല്ലണം എന്ന് പറഞ്ഞു. നിന്റെ വീട്ടിൽ ഒരു വേലക്കാരനുണ്ട്, ആ വേലക്കാരനെ നീ കൊല്ലണമെന്ന് പറഞ്ഞു. രണ്ടാമതായിട്ട് പറഞ്ഞു, നിനക്ക് വീട്ടിൽ ഭാര്യയുണ്ട്, നീ വളരെ സ്നേഹിക്കുന്ന സ്ത്രീയാണ്, നീ അവളെ ഉപദ്രവിക്കണം എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് ഒരു ലഹരി പദാർത്ഥം തരാം, നീ അത് ഉപയോഗിക്കണമെന്ന് പറഞ്ഞു. 3 കാര്യങ്ങളാണ് ഈ മനുഷ്യന്റെ അടുക്കൽ വന്ന് പിശാച് പറഞ്ഞത്. ഒന്നാമതായി പറഞ്ഞു, നിന്റെ വീട്ടില് ഒരു വേലക്കാരനുണ്ട്, അവനെ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞു, തല്ലണം കൊല്ലണം എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു, നിന്റെ വീട്ടിൽ ഭാര്യയുണ്ട്, അവളെ നീ ഉപദ്രവിക്കണമെന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് പറഞ്ഞു, നിനക്ക് ഞാനൊരു ലഹരി പദാർത്ഥം തരാം, നീ അത് ഉപയോഗിക്കണം എന്ന് പറഞ്ഞു. ഈ മനുഷ്യൻ ഒത്തിരി ഒന്ന് ചിന്തിച്ചു. ഇപ്പൊ എന്താ ചെയ്യാൻ പറ്റുന്നത്? മുമ്പിൽ മരണം നിൽക്കുന്നു, എന്നാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഈ 3 ഓപ്ഷനുണ്ട്. ഈ ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്ന് സ്വീകരിച്ചാൽ മതി. അദ്ദേഹം ഒന്ന് ചിന്തിച്ചപ്പം പറഞ്ഞു, ഈ വേലക്കാരൻ എനിക്ക് വേണ്ടി ഇത്രയും നാളും എന്നെ സ്നേഹിക്കുകയും എന്നെ പരിചരിക്കുകയും എനിക്ക് വേണ്ടി നല്ല കാര്യങ്ങളൊക്കെ ചെയ്തു തരികയും ചെയ്ത മനുഷ്യനാണ്, അവനെ ഞാൻ എങ്ങനെയാണ് കൊല്ലുന്നത്? പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ ഓപ്ഷനിലോട്ട് വന്നു. എന്നിട്ട് ചിന്തിച്ചു, ഭാര്യയാണ്, ഇതുവരെയായിട്ടും അവളെ ഞാനൊന്ന് അടിക്കുക പോലും ചെയ്തിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഞാൻ അവളെ ഉപദ്രവിക്കുന്നത് എന്ന് അദ്ദേഹത്തിന് തോന്നി. മൂന്നാമത്തെ ഓപ്ഷനിലേക്ക് അദ്ദേഹം കടന്നു വന്നു. ഇവിടെ പറയുന്നത്, ഈ കൊടുക്കുന്നതായ ലഹരി പദാർത്ഥം എന്താണെങ്കിലും അതങ്ങ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അദ്ദേഹം ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോ, ശരിയാ, കൊല്ലുകയും വേണ്ട തല്ലുകയും വേണ്ട, ഇതൊന്ന് കുടിച്ചു കഴിഞ്ഞാൽ കുറെ നേരത്തേക്ക് ഒരാശ്വാസവും ലഭിക്കും, ഈ പ്രയാസത്തിൽ നിന്ന് മാറുകയും ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ മനുഷ്യൻ പറഞ്ഞു, എനിക്ക് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഞാൻ ആ മൂന്നാമത്തെ ഓപ്ഷൻ സ്വീകരിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ പിശാച് ഈ മനുഷ്യന് ഈ ലഹരി പദാർത്ഥങ്ങൾ കൊടുത്തു. ഈ മനുഷ്യൻ അത് ഉപയോഗിച്ചു. കാരണം കുറെ നേരത്തേക്കെങ്കിലും തന്റെ പ്രയാസങ്ങളെ മറക്കുവാനായിട്ട് സാധിക്കും, കുറെ നേരം ഇതൊന്നും അറിയാതെ ഇങ്ങനെ ഇരിക്കുവാനായിട്ട് സാധിക്കും. ഈ മനുഷ്യൻ ഇതങ്ങ് ഉപയോഗിച്ച ശേഷം വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോ ഇയാൾ ആകെ വെളിവില്ലാതെ അവസ്ഥയിലാ വീട്ടിലേക്ക് കടന്നു വന്നപ്പോ ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത്? ഇതുവരെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതിരുന്ന ഒരു കാര്യമാണല്ലോ ഇപ്പൊ നിങ്ങൾ ചെയ്തിരിക്കുന്നത്, ഇതെന്താണ് ഇങ്ങനെയൊക്കെ വന്നിരിക്കുന്നത്? അപ്പോ രണ്ടുപേരും തമ്മിൽ സംസാരമായി. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരമായി, വാക്കുതർക്കമായി, ഭയങ്കര പ്രശ്നമായി. ആ സന്ദർഭത്തിലാണ് ഈ വേലക്കാരൻ കടന്നു വരുന്നത്. ഈ വേലക്കാരൻ വന്നിട്ട് ഇതിനെ മധ്യസ്ഥം ഇടയ്ക്ക് വന്ന് പിടിക്കുവാനായിട്ട് ശ്രമിച്ചു. അപ്പോ ഈ വേലക്കാരനും ഈ മനുഷ്യനും തമ്മിലായി യുദ്ധം. രണ്ടുപേരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രശ്നമായി, അടിപിടിയായി. ഈ വേലക്കാരനെ അടിച്ച് ഈ മനുഷ്യനങ്ങ് കൊന്നു. അതിനുശേഷം ഭാര്യയുമായിട്ട് ഭയങ്കരമായിട്ട് തല്ലുകൂടിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളായി. ഈ മനുഷ്യൻ ആദ്യമേ ഉപേക്ഷിച്ചതായ ഈ ഓപ്ഷൻസ് വേണ്ടെന്ന് പറഞ്ഞതാ. സാധ്യതകൾ കൊടുത്തപ്പോ, ആദ്യത്തെ മൂന്ന് സാധ്യത കൊടുത്തപ്പോ 2 ചിന്തിച്ചപ്പോ ജീവിതത്തിൽ ചെയ്യാത്തതായ കാര്യമാണ്, ചെയ്ത പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അത് വേണ്ടെന്ന് വെച്ചതാ. പക്ഷേ ഈ മൂന്നാമത്തെ സാധ്യതയിലേക്ക് മനുഷ്യൻ തിരിഞ്ഞു കഴിഞ്ഞപ്പോ ആദ്യം കൊടുത്ത ഓപ്ഷനും രണ്ടാമത് കൊടുത്ത ഓപ്ഷനും ഇതെല്ലാം അവന് ചെയ്യേണ്ടതായിട്ട് വന്നു. അതുകൊണ്ട് തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് വളരെ പ്രസക്തമാണ്. ഇന്നത്തെ ആധുനിക തലമുറ തെരഞ്ഞെടുക്കുന്ന കാര്യത്തിൽ വളരെ പിന്നോട്ട് പോയിരിക്കുന്നു എന്ന് എപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലും അതുപോലെ തന്നെ പുസ്തകങ്ങളിലും ഒക്കെ വായിച്ചറിയുന്നതായ കാര്യങ്ങളാണ്. നമ്മുടെ സമൂഹത്തിൽ തന്നെ നമുക്ക് അടുത്തറിയാവുന്ന എത്രയോ സഹോദരങ്ങൾ 9ാം ക്ലാസ്, 10ാം ക്ലാസ്, 11, 12 ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ഇന്ന് ലഹരി ഉപയോഗിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വലിയ മനുഷ്യർ പോലും ഞെട്ടി പിന്മാറും. കാരണം വ്യക്തമായി കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് അറിഞ്ഞതാണ്. ഒരു പറ്റം
വിദ്യാർത്ഥി സമൂഹം, ഒരു പറ്റം ചെറുപ്പക്കാര് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലത്ത് അവർ സ്ഥിരമായി കൂടി വരുന്നു. ഇപ്പോ നമ്മൾ പറയും ഈ പ്രായമുള്ള ആളുകൾ കുറച്ച് വെള്ളമടിക്കത്തേ ഉള്ളെന്നാ പറയുന്നത്. പക്ഷെങ്കിൽ അവിടെ കണ്ട പ്രായമുള്ള ആളുകൾ ഇവർ ദിവസവും അവിടെ കൂടുന്ന എന്താണ് എന്ന് അറിഞ്ഞ് അവിടെ ചെന്ന് നോക്കിയപ്പോ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതായിരുന്നു. പരിശുദ്ധ മദ്ബഹായിൽ പോലും ശുശ്രൂഷിക്കുന്ന കുഞ്ഞുങ്ങളും ഉണ്ടായിരുന്നു. കഞ്ചാവും മയക്കുമരുന്നും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത്. 9ാം ക്ലാസ് തൊട്ട് +2 വരെ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ്. അവൻ തെരഞ്ഞെടുത്തതായ വഴി ഈ മാധ്യമ ലോകത്തിലൂടെ, ഈ മാധ്യമങ്ങളിലൂടെ ഒക്കെ കാണുന്നതായ അനേക കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയിരിക്കുകയാണ്. അതുകൊണ്ട് തെരഞ്ഞെടുക്കേണ്ടതായ വഴികൾ വ്യക്തമായി യുവതലമുറയ്ക്ക്, വരുന്ന തലമുറയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ട ബാധ്യത ഇന്ന് നമുക്ക് ഉണ്ട്. അതുകൊണ്ട് പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുന്നതായ ഈ വാക്യം വളരെ പ്രസക്തമാണ്. വഴിക്കവലകളിൽ ചെന്ന് നോക്കുക. അതായത് അനേക സാധ്യതകൾ ഉള്ള സ്ഥലമാണ് ഈ ലോകം എന്ന് പറയുന്നത്. അവിടെ ദൈവത്തിന്റെ ശരിയായ വഴിക്കനുസൃതമായി വരുന്ന തലമുറയെ, സമൂഹത്തെ ഒരുക്കുവാൻ തക്കവണ്ണം, ദൈവത്തിന്റെ വഴിയിലൂടെ നടത്തുവാൻ തക്കവണ്ണം ബാധ്യതയുള്ളവരാണ്. പക്ഷെങ്കിൽ ഇന്നത്തെ സമൂഹത്തിൽ ഈ ദൈവത്തിന്റെ വഴി മനസ്സിലാക്കാതെ മാറിപ്പോകുന്നു. പ്രായമുള്ള അനേക ആളുകൾ ദേവാലയവുമായിട്ടും ദൈവവുമായിട്ടും ദൈവിക കാര്യങ്ങളുമായിട്ടും ബന്ധപ്പെട്ട് എല്ലാം അവർക്ക് ദൈവവുമായി ബന്ധപ്പെട്ട ചിന്തിക്കുന്നത്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിത്തിരിക്കണമെങ്കിൽ ആദ്യം ബൈബിൾപരമായിട്ട് ഒന്ന് ചിന്തിക്കും. എന്ത് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം മതപരമായിട്ട് നമ്മളൊന്ന് ചിന്തിക്കുകയും ചെയ്യും. ഭാരതത്തിന്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് തന്നെ അതാ. എന്നാൽ പാശ്ചാത്യ പാരമ്പര്യങ്ങളിലേക്കൊക്കെ കടന്നു ചെല്ലുമ്പോൾ അവര് അവരുടേതായ തീരുമാനങ്ങൾ എടുക്കുവാൻ ശക്തരാണ്. എന്നാൽ ഈ ഭാരതീയ പാരമ്പര്യത്തിലൊക്കെ മതത്തിന്റെ സ്വാധീനം എന്ന് പറയുന്നത് വളരെ ശക്തമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കണമെങ്കിലോ നല്ല കാര്യങ്ങൾ ചെയ്യണമെങ്കിലോ നമ്മുടെ മതപരമായ കാര്യങ്ങളും കൂടെ വളരെ ശക്തമായി ചിന്തിച്ച ശേഷം മാത്രമേ നല്ല തീരുമാനങ്ങൾ പോലും നമ്മൾ എടുക്കാറുള്ളൂ, നമ്മുടെ ജീവിതത്തിലെ ഏത് കാര്യങ്ങളായിരുന്നാലും. പക്ഷെങ്കിൽ ഇന്ന് അത് മാറ്റപ്പെടുകയാണ്. ഇന്നത്തെ തലമുറ അതിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ആ നല്ല മൂല്യങ്ങളെ, നല്ല വഴികളെ വിട്ടുകൊണ്ട് സ്വന്തമായി ചിന്തിച്ചുകൊണ്ട് നല്ല വഴി ഏതെന്ന് തെരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം പ്രാപ്തിയില്ലാത്ത സമൂഹമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു പരിധിവരെ കുടുംബങ്ങളിലെയും ഈ മാധ്യമങ്ങളിലൂടെയുള്ള ഇവരുടെ വിവര ശേഖരണം ഒക്കെയും ഇതിന് കാരണങ്ങളാണ്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനങ്ങളെയും ദൈവിക ആരാധനയും ഒക്കെ ജീവിതത്തിലും കുടുംബങ്ങളിലും നമ്മൾ ഇടപെടുന്ന എല്ലാ ചുറ്റുപാടുകളിലും പകർന്ന് കൊടുക്കുവാനായിട്ട് സാധിക്കണം. കാരണം അനേക സാധ്യതകളും നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. ഏത് തെരഞ്ഞെടുക്കണമെന്നുള്ളത് വലിയ വിഷയമാണ്. ഏത് തെരഞ്ഞെടുത്താലും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ മുമ്പിലേക്ക് കടന്നു വരാം. അവിടെ ദൈവത്തിന്റെ വഴി ഏതെന്ന് ചോദിച്ച് മനസ്സിലാക്കുവാനും അതിലൂടെ നടക്കുവാനും നമുക്ക് സാധിക്കണം. ഒരുപക്ഷെ ഈ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വിഡ്ഢികളെന്നൊക്കെ നമ്മളെ വിളിച്ചെന്നിരിക്കാം. ലോകത്തിന് മുൻപിൽ ഫോഷന്മാരായിട്ടൊക്കെ തോന്നിയെന്നിരിക്കാം. ദൈവത്തിന്റെ വഴി തിരഞ്ഞെടുക്കുമ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന മനുഷ്യനായിരുന്നു മോശ എന്ന് പറയുന്നത്. രാജ കൊട്ടാരത്തിന്റെ അനുഭവത്തിലായിരുന്നു മോശ. അവിടെ നിന്നാണ് മോശ തന്റെ ജനത്തിനു വേണ്ടി ദൈവത്തിന്റെ വഴിയെ ഇറങ്ങിത്തിരിച്ചത്. രാജകൊട്ടാരത്തിന്റെ എല്ലാ സുഖലോലുപതകളും അനുഭവിച്ചിരുന്ന മനുഷ്യനായിരുന്നു മോശ. എന്നാൽ തന്റെ ജനം പ്രയാസം അനുഭവിക്കുന്നത് കണ്ട് ദൈവത്തിന്റെ വഴിയെ, ജനത്തെ ഒരുക്കുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ വിളി സ്വീകരിച്ച് ഇറങ്ങിത്തിരിച്ചവനാണ് മോശ. വേണമെങ്കിൽ നമുക്ക് മോശയെക്കുറിച്ച് ചിന്തിക്കാം. എന്ത് വിഡ്ഢിയായ മനുഷ്യനായിരുന്നു അല്ലേ? ഈജിപ്തിലെ ആ മനുഷ്യൻ, അനേക മനുഷ്യർ ഇവിടെ കിടന്ന് പ്രയാസം അനുഭവിച്ചോട്ടെ, പക്ഷെങ്കിൽ അവന് സുഖമായിട്ട് രാജകൊട്ടാരത്തിൽ ജീവിക്കാനും. പക്ഷെങ്കിൽ അത് മോശ ചെയ്തില്ല. അവൻ തെരഞ്ഞെടുത്തത്
ദൈവത്തിന്റെ വഴിയായിരുന്നു. അങ്ങനെ കുരിശിന്റെ മഹത്വം തേടിപ്പോയ മനുഷ്യനായിരുന്നു വിശുദ്ധനായ പൗലോസ്. അവന് യഹൂദന്മാരുടെ ഇടയിൽ നല്ല പേരുള്ള മനുഷ്യനായിരുന്നു. അവരുടെ എല്ലാവിധമായ കാര്യങ്ങളിലും നിപുണനായിരുന്നു പൗലോസ്. ഗമാലിയലിന്റെ കാൽക്കലിരുന്ന് വിദ്യാഭ്യാസം നടത്തിയവനായിരുന്നു ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ. അറിവുകൊണ്ടും എല്ലാവിധ കഴിവുകൾ കൊണ്ടും അഗ്രഗണ്യനായിരുന്നു ഈ പൗലോസ് എന്ന് പറയുന്ന മനുഷ്യൻ. പക്ഷെങ്കിൽ ക്രൂശിന്റെ മഹത്വം തേടിപ്പോയി ദൈവത്തിന്റെ വഴി മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിച്ചു കഴിഞ്ഞപ്പോൾ ദൈവ സന്നിധിയിൽ അനേകരെ ആ വഴിയിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം ദൈവത്താൽ വിളിച്ചു ചേർക്കപ്പെട്ട മനുഷ്യനായി ജാതികളുടെ അപ്പോസ്തോലൻ എന്ന് അപ്പോസ്തോല ഗണത്തിലേക്ക് തന്നെ ചേർക്കപ്പെടുവാൻ തക്കവണ്ണം പൗലോസിന്റെ ജീവിത ചര്യകൾ കൊണ്ട് സാധിച്ചു. അത് വേറെ ഒന്നും കൊണ്ടല്ല, അവൻ സുഖലോലുപതകൾ മറന്ന് കുരിശിന്റെ മഹത്വം തേടി ദൈവത്തിന്റെ വഴി ഏതെന്ന് മനസ്സിലാക്കി അതിലൂടെ സഞ്ചരിച്ചുകൊണ്ടാണ്. അതുകൊണ്ടാണ് ഇന്ന് പൗലോസിനെ ലോകം മൊത്തം ആദരിക്കുന്നത്. അനേക മനുഷ്യരുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. പക്ഷേ ആരെയും ഇതുപോലെ ബഹുമാനിക്കുവാൻ ഇന്നത്തെ സമൂഹം തയ്യാറാകുന്നില്ല. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ വഴി മനസ്സിലാക്കുകയും അതിലൂടെ അനേകരെ ദൈവസന്നിധിയിലേക്ക് കൊണ്ടുവരുവാനും ഈ പൗലോസിന് സാധിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ട് വഴികൾ അനേക സാധ്യതകളുടെ ഇടമാണ്. അവിടെ ദൈവത്തിന്റെ ഹിതം എന്താണ്, ദൈവം എന്താണ് ഉദ്ദേശിച്ചിരിക്കുന്നത്, അത് പരിശുദ്ധ വചനത്തിലൂടെ ദൈവിക ആരാധനയുടെ അനുഭവത്തിലൂടെയും പ്രാർത്ഥനകളിലൂടെയും മനസ്സിലാക്കി മുൻപോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കണം. അങ്ങനെയെങ്കിൽ ദൈവസന്നിധിയിൽ നിന്ന് വിശ്രമത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് നമുക്ക് സാധിക്കും. രണ്ടാമതായി ഇവിടെ പറയുന്ന കാര്യമാണ് പഴയ പാതകൾ അന്വേഷിക്കുക. രണ്ടാമതായി ഇവിടെ പറയുകയാണ് പഴയ പാതകൾ അന്വേഷിക്കുക. നീ വഴിക്കവലകളിൽ ചെല്ലുക, അവിടെ ചെന്നിട്ട് പഴയ പാതകളെ ശ്രദ്ധിച്ച് നോക്കുക. ഇന്ന് നമുക്ക് ഒരു വിധത്തിലും താല്പര്യമില്ലാത്തതായ ഒരു സംഗതിയാണ് പഴയതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കുക എന്നുള്ളത്. ഒരു വിചിന്തനത്തിന്റെ അനുഭവം ജീവിതത്തിൽ ഉണ്ടാകണം. തിരിഞ്ഞ് നോക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതുകൊണ്ടാണ് പ്രവാചകൻ ഓർപ്പിക്കുന്നത്, നീ വഴിക്കവലകളിൽ ചെല്ലുക, അനേക സാധ്യതകളുടെ ഇടം. അവിടെ ചെന്നിട്ട് പഴയ വഴി ഏതെന്ന് ചോദിച്ച് മനസ്സിലാക്കുക, പഴയ പാതകളെ അന്വേഷിക്കുക. മനുഷ്യന്റെ ഭാവി വരുന്നത് നല്ലതായിത്തീരുന്നത് ചില തിരഞ്ഞെടുപ്പുകളിലൂടെയൊക്കെയാണ്. നമുക്കറിയാം, ഒരു വിദ്യാർത്ഥി അവന്റെ വിദ്യാഭ്യാസത്തിന്റെ സമയങ്ങളിൽ നല്ല കോഴ്സുകൾ തിരഞ്ഞെടുക്കുകയും അവന്റെ ഭാവി ഏറ്റവും ശോഭനമാക്കുവാൻ തക്കവണ്ണം നല്ല തിരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. അതിൽ പഴയ കാലഘട്ടം കൂടെ ഒന്ന് പരിശോധിക്കും. കാരണം ഇതിനു മുമ്പ് ഈ കോഴ്സ് പഠിച്ച മനുഷ്യരൊക്കെ, പഠിച്ച ആളുകളൊക്കെ ഇപ്പം ഏത് നിലയിലാണ്? നല്ല ജോലി കിട്ടുന്നുണ്ടോ? സാമ്പത്തികമായി ഉയർന്ന ഭദ്രതയുണ്ടാക്കുവാൻ തക്കവണ്ണം സാധ്യതയുള്ള ജോലി സാഹചര്യങ്ങളാണോ ഈ കോഴ്സ് പഠിച്ചാലായിട്ട് ലഭിക്കുന്നത് എന്നൊക്കെ നാം ഒന്ന് ആലോചിക്കാറുണ്ട്. കാരണം അങ്ങനെ ഒന്ന് തീരുമാനിച്ച ശേഷമാണ്, ഒരു തെരഞ്ഞെടുപ്പ് നടത്തിയ ശേഷമാണ് നാം ഒരു കോഴ്സിന് വിടുന്നത്. അതുകൊണ്ട് മനുഷ്യനിങ്ങനെ തെരഞ്ഞെടുപ്പുകൾ നടത്താറുണ്ട്. അവിടെയൊക്കെ പഴയതിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കും. ചില സന്ദർഭങ്ങളിൽ പുതിയ ബിൽഡിംഗ് പണിയാണെങ്കിൽ പറയും, കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും നല്ല സ്ട്രോങ് ആയിട്ട് പണിയണം, അല്ലെ കുറെ കൂടെ ഭംഗിയായിട്ട് പണിയണം. അതിന്റെ കുറവുകളൊക്കെ ഒന്ന് നോക്കും. പക്ഷെങ്കിൽ ആത്മീക ജീവിതത്തിൽ അവനൊരു തിരിഞ്ഞു നോട്ടത്തിന്റെ അനുഭവം ആവശ്യമാണ്. അങ്ങനെ തിരിഞ്ഞു നോട്ടം ഉണ്ടായ ഒരു വ്യക്തിയാണ് മുടിയനായ പുത്രൻ എന്ന് പറയുന്നത്. അവൻ ഈ ലോകത്തിന്റെ എല്ലാവിധ അനുഭവങ്ങളിലൂടെ അങ്ങ് പോയി. നമ്മൾ പറയും, ഓളത്തിനൊത്ത് ഇവൻ അങ്ങ് നീന്തി അങ്ങ് പോയി. പണം കൈക്കൽ കിട്ടി, എന്തു വേണേലും ചെയ്യാം. പണം കൈ കിട്ടി, അവൻ പിതാവിനെയും അവിടുത്തെ സാഹചര്യങ്ങളും ഒക്കെ ഉപേക്ഷിച്ചിട്ട് അവനങ്ങ് പോയി. ഒത്തിരി സുഖം അനുഭവിക്കുവാൻ തക്കവണ്ണം അവൻ പോയി.
അവന്റെ കയ്യിലെ പൈസ എല്ലാം തീർന്നു. അവന്റെ കൂട്ടുകാരെല്ലാം അവനെ ഉപേക്ഷിച്ചിട്ട് പോയി. ആ സന്ദർഭത്തിൽ അവൻ തിരിഞ്ഞ് ചിന്തിക്കുകയാണ്. അവൻ പഴയ വഴികളിലേക്ക് ഒന്ന് തിരിഞ്ഞ് നോക്കി. ആ പഴയ ജീവിത സാഹചര്യങ്ങളിലേക്ക് അവനൊന്ന് തിരിഞ്ഞ് നോക്കി. അവൻ ഇതിനു മുമ്പ് അവസരങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെങ്കിൽ കയ്യിൽ പണമുണ്ട്, ആളുകളുണ്ട്, എന്ത് വേണമെങ്കിലും അവന് ചെയ്യുവാനായിട്ട് സാധിക്കും. അവൻ വലിയ പ്രയാസവും പ്രതിസന്ധിയും അനുഭവിച്ചു. ഭക്ഷണം പോലും കിട്ടാതിരുന്നായ സന്ദർഭത്തിൽ അവൻ തിരിഞ്ഞ് നോക്കി. ഇങ്ങനെ ജീവിതത്തിൽ പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടാകുന്നതിന് മുൻപ് പ്രവാചകൻ ജനത്തെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിന്റെ വഴിയിലേക്ക് തിരിഞ്ഞു നോക്കുക, ആ പഴയ പാതകളെ നോക്കുക. പഴയ പാതകൾ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പിതാക്കന്മാർ നടന്നതായ വഴികളെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തിന് മുൻപാകെ പ്രീതികരമായി ജീവിച്ചു. ഗോത്രപിതാക്കന്മാരെ അബ്രഹാമും ഇസഹാക്കും യാക്കോബും, അങ്ങനെ പഴയ നിയമ കാലഘട്ടത്തിൽ അനേക പിതാക്കന്മാർ നിങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നു. നിങ്ങൾ അവരെയൊക്കെ ഒന്ന് നോക്കുവിൻ, പഴയ വഴികളിലേക്ക് തിരിഞ്ഞു നോക്കുവിൻ. അവരെ ദൈവം നടത്തിയത്. അബ്രഹാമിന് മക്കളില്ലായിരുന്നു. അനേക മനുഷ്യര് കളിയാക്കി, ഇവന് മക്കളില്ല. സാറായോട് വന്ന് പറഞ്ഞപ്പോ, നിനക്കൊരു മകൻ അടുത്ത പ്രാവശ്യം ഞങ്ങൾ ഇതുവഴി വരുമ്പോ ഉണ്ടാകുമെന്ന് ദൂതന്മാർ പറഞ്ഞപ്പോ സാറ ഉള്ളിൽ ചിരിച്ചു. കാരണം സാധ്യമല്ലായിരുന്നു. പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് അടിയുറച്ച് ഇത്രയും വലിയ നാണക്കേട് ഉണ്ടായിട്ട് പോലും ദൈവത്തിന്റെ വഴി വിട്ടുപോകുവാനായിട്ട് അബ്രഹാം ചിന്തിച്ചേയില്ല. അതുകൊണ്ടാണ് അത് അവൻ അനുഗ്രഹമായിട്ട് കണക്കിട്ടത്. അതുകൊണ്ടാണ് ദൈവം അബ്രഹാമിനെ അനുഗ്രഹിച്ചിട്ട് പറയുന്നത്, നീ ഒരനുഗ്രഹമായിരിക്കും, നീ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് അബ്രഹാമിനെ കുറിച്ച് ദൈവം പറയുന്നത്. നീ ഒരു അനുഗ്രഹമായിരിക്കും, നീ മറ്റുള്ളവർക്കും ഒരു അനുഗ്രഹമായിരിക്കും. ദൈവത്തിന്റെ വഴികളിലൂടെ തിരിഞ്ഞു നോക്കണമെന്ന് പ്രവാചകൻ ഇവിടെ ഇസ്രായേൽ ജനത്തോട് പറയുകയാണ്. പഴയ പാതകളെ നോക്കുവിൻ, പഴയ പിതാക്കന്മാരുടെ ജീവിതങ്ങളെ നോക്കുവിൻ എന്ന് ഇവിടെ പ്രവാചകൻ പറയാണ്. അബ്രഹാമും ഇസഹാക്കും യാക്കോബും തുടങ്ങി അനേക പിതാക്കന്മാർ നിങ്ങൾക്ക് പുറകിലുണ്ട്. അവരുടെ ജീവിതം നിങ്ങളൊന്ന് നോക്കുവിൻ. എന്നിട്ട് ദൈവം അവർക്ക് ചെയ്ത അനുഗ്രഹങ്ങൾ. യാക്കോബ് ജീവിതത്തിൽ തെറ്റ് ചെയ്തുവെങ്കിലും ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തിന് ബലിപീഠം പണിയുകയും ആരാധിക്കുകയും ചെയ്തു. ദൈവിക അനുഗ്രഹങ്ങളെ പ്രാപിച്ചു. ഈ പിതാക്കന്മാരുടെ എല്ലാം, അവരുടെ പൂർവ്വപിതാക്കന്മാരുടെ എല്ലാം ജീവിതം പരിശോധിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ദൈവത്തോട് കൂടെ നടന്നു. അവരാരും അന്യ വിഗ്രഹങ്ങളെ സേവിക്കുവാൻ പോയില്ല. സമൂഹത്തിൽ മൂല്യബോധത്തോടുകൂടെ ജീവിക്കുവാനായിട്ട് അവർക്ക് സാധിച്ചു. പ്രയാസവും പ്രതിസന്ധിയും ഉണ്ടായി. രണ്ടായിട്ട് പിരിഞ്ഞു പോകണം. കാരണം ഇടയന്മാർ തമ്മിൽ കലഹമായി, ജോലിക്കാർ തമ്മിൽ പ്രശ്നമായി. അനേക ആടുമാടുകളും സമ്പത്തുകളും ഉണ്ട് അബ്രഹാമിനും ലോത്തിനും. അവിടെ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഒരു വഴി തിരഞ്ഞെടുക്കുവാനായിട്ട് ഈ അബ്രഹാമിന് സാധിച്ചു. കാരണം അവൻ തിരഞ്ഞെടുത്ത വഴി ദൈവത്തിൽ ആശ്രയിച്ച് അടിയുറച്ച് ദൈവത്തോട് കൂടെ ചേർന്ന് നിന്നുകൊണ്ടാണ് അവൻ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതുകൊണ്ട് ദൈവത്തിന്റെ വഴി ഏതെന്ന് മനസ്സിലാക്കുവാൻ അബ്രഹാമിന് സാധിച്ചു. രണ്ടുപേരും രണ്ടായിട്ട് തിരിഞ്ഞ് ജീവിച്ചു. ഇന്നാണെങ്കിൽ ഏറ്റവും വലിയ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നതായ സമയമാണ്. അവിടെ വന്നിട്ട് അബ്രഹാമും ലോത്തും തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ആർക്കും മനസ്സിലാകുകയില്ല. വെറും 5 സെന്റ് ഭൂമിക്ക് വേണ്ടി സഹോദരങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. വെറും 2 മരങ്ങൾ സഹോദരന് വീതം വെച്ചപ്പോ ആ സഹോദരന്റെ പറമ്പിലായി. അതിനുവേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഭയങ്കര പ്രശ്നങ്ങൾ. സമൂഹത്തിൽ നാണക്കേടുണ്ടാക്കുന്നതായ രീതിയിലുള്ളതായ പ്രശ്നങ്ങൾ, വാക്കുകൾ, കവലകളിൽ നിന്നുള്ള പ്രസംഗങ്ങൾ, ഇതൊക്കെയും അവസാനം പള്ളിയുമായിട്ട് പോലും ബന്ധപ്പെടുത്തുന്ന അവസരങ്ങൾ. അവിടെ അബ്രഹാം
തിരഞ്ഞെടുത്ത വഴിയും ലോത്ത് തിരഞ്ഞെടുത്ത വഴിയും പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെന്നു കഴിഞ്ഞാൽ ഇവരെങ്ങനെ ആയിരിക്കും പ്രതികരിക്കുന്നത്? പക്ഷെങ്കിൽ ജീവിതത്തിൽ തിരഞ്ഞെടുക്കുന്ന വഴി ദൈവത്തിന്റെ വഴിയല്ല. ദൈവം വിശുദ്ധ വചനത്തിലൂടെ കാട്ടിക്കൊടുക്കുന്നതായ വഴിയല്ല ഇത്. ദൈവിക ആരാധനയുടെ അനുഭവത്തിലൂടെ കാട്ടിക്കൊടുക്കുന്ന വഴിയല്ല ഇത്. ഇത് സ്വയമായി ഈ മനസ്സിലാക്കുവാൻ സാധിക്കുമ്പോൾ അനുഗ്രഹങ്ങള് ലഭിക്കാനായിട്ട് സാധിക്കും. അബ്രഹാമും ലോത്തും രണ്ടായിട്ട് വേർതിരിഞ്ഞു. പക്ഷെങ്കിൽ അവരുടെ ജീവിതത്തിൽ എന്തെല്ലാം സമ്പൽ സമൃദ്ധികളാണ് ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ഇവിടെ കേവലം 1 സെന്റ് സ്ഥലത്തിനായി 2 സെന്റ് സ്ഥലത്തിനായി സഹോദരങ്ങൾ തമ്മിൽ ഭയങ്കര മത്സരം. അവസാനം കൊണ്ടുപോകുന്നത് ഇതൊന്നുമല്ല, ഒന്നും കൊണ്ടുപോകുന്നില്ല. അവസാനം തമ്മിലുള്ള വൈര്യങ്ങൾ മാത്രം അത് തലമുറകളിലേക്കും പകർന്നു കൊടുത്തുകൊണ്ട് പോകുന്നു. ദൈവസന്നിധിയിലോട്ടാ പോകുന്നത്. കണക്കുകൾ ബോധിപ്പിക്കുവാനായിട്ടാണ് പോകുന്നു. നമ്മൾ പാടും, പോകുന്നേൻ ഞാൻ എൻ്റെ കണക്കെല്ലാം നൽകുവാനായി. സകല വിധീശ്വരന്റെ മുൻപിലേക്ക് ഞാൻ ഈ കണക്കുകളെല്ലാം നൽകുവാനായിട്ട് പോകുന്നു. എന്ത് കണക്ക് നൽകുവാനായിട്ട് സഹോദര നീ പോകുന്നത്? നിന്റെ സഹോദരന് 1 സെന്റ് ഭൂമി കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിച്ചില്ല. മരം നിന്നത് ഒരെണ്ണം കൊടുക്കുവാനായിട്ട് നിനക്ക് സാധിച്ചില്ല. നീ എന്നിട്ട് അവസാനം പോകാൻ നേരത്ത് പറയുകയാണ്, എന്റെ കണക്കെല്ലാം ദൈവസന്നിധിയിൽ കൊടുക്കുവാനായിട്ട് ഞാൻ പോകുന്നു. ഒരു നിമിഷം ചിന്തിക്കുക. പഴയ പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുവാൻ പ്രവാചകൻ ഇവിടെ ഓർപ്പിക്കുമ്പോൾ ജനത്തോട് പറയുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ പണ്ട് നടന്നതായ സാഹചര്യങ്ങളോട് നിങ്ങൾ എത്രത്തോളം നീതി പുലർത്തുന്നു എന്ന് ചിന്തിച്ചു നോക്കുക. കഷ്ടപ്പെട്ട് കണ്ണുനീരോടുകൂടി ജീവിച്ച അനേക പിതാക്കന്മാരുണ്ടായിരുന്നു. നമുക്കറിയാം അപ്പോസ്തോലിക കാലഘട്ടങ്ങളൊക്കെയും ആ കാലഘട്ടങ്ങളിലൊക്കെയും പിതാക്കന്മാർ അവർ ജീവിച്ചതായ ജീവിത സാഹചര്യങ്ങളോട് ശക്തമായ നിലപാടുകൾ എടുത്തിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം സമൂഹത്തിൽ ഒരു അനീതിയോ അതിക്രമോ ഒക്കെ സംഭവിച്ചാൽ പിതാക്കന്മാർ അതിനെതിരെ പ്രതികരിക്കുമായിരുന്നു. തങ്ങളുടെ ലേഖനങ്ങളിലൂടെയും തങ്ങളുടെ പ്രസംഗങ്ങളിലൂടെയും ഒക്കെ ശക്തമായി പിതാക്കന്മാര് പ്രതികരിക്കുമായിരുന്നു. ഇന്ന് പ്രതികരണശേഷി സമൂഹത്തിൽ നിന്നും സഭയിൽ നിന്നും ഒക്കെ നഷ്ടപ്പെട്ട് പോയിരിക്കുകയാണ്. പിതാക്കന്മാരുടെ ജീവിത ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞാൻ ആരാകണം, ഞാൻ എന്താകണം എന്നുള്ളതൊക്കെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ്. പണ്ട് പ്രവാചകൻ ഓർപ്പിക്കുന്ന അനുസരിച്ച് നിങ്ങൾ നിങ്ങളുടെ പിതാക്കന്മാരെ നോക്കണം, അവരെങ്ങനെയാണ് ജീവിച്ചത്, നിന്റെ സഹോദരനും സഹോദരിയും എങ്ങനെയാണ് ജീവിച്ചത്, പൂർവ്വപിതാക്കന്മാർ എങ്ങനെയാണ് ജീവിച്ചത്, പരിശുദ്ധ സഭയിലെ പിതാക്കന്മാർ എപ്രകാരമാണ് പഠിപ്പിക്കലുകൾ നടത്തിയത്, മുൻപുണ്ടായിരുന്ന പിതാക്കന്മാർ എപ്രകാരമാണ് ജീവിച്ചത്, അതൊക്കെ നോക്കിയിട്ടാ നമ്മൾ പുതിയ കാര്യങ്ങളിലേക്ക് ഇറങ്ങി തിരിച്ചിരുന്നത്. എന്നാൽ ഇന്ന് ഞാൻ എന്താകണം, നമുക്ക് എന്ത് വേണം, ഞാൻ എന്ത് ചെയ്യണം, ഇതൊക്കെ തീരുമാനിക്കുന്നത് മാധ്യമങ്ങളാണ്. കാരണം എനിക്ക് നിങ്ങൾക്കും എന്താവശ്യമുണ്ടെന്ന് പോലും നമ്മൾ ചിന്തിക്കുന്നത് പരസ്യം കാണുമ്പോഴാണ്. നമ്മളൊരു പരസ്യം കണ്ടു കഴിയുമ്പോഴാണ് നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത്, എനിക്കയ്യോ ആ സാധനം വേണമല്ലോ എന്ന് ഓർക്കും, ഒന്ന് മേടിക്കണമെന്ന് ഓർക്കുന്നത്. അത് കണ്ടു, പുതിയൊരു സാധനം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടുണ്ട്, എനിക്കത് വേണം. അപ്പൊ ഞാൻ എന്താകണം, അതുപോലെ ഞാൻ എന്ത് വസ്ത്രം ധരിക്കണം, ഞാന് പോയി സമൂഹത്തിൽ എപ്രകാരം ഇടപെടണം, ഞാൻ കൂട്ടുകാരനോട് ഏതൊക്കെ ഭാഷ സംസാരിക്കണം, അല്ലെ? ചെറുപ്പക്കാരുടെ ഇടയിൽ സംസാരിക്കുന്ന അനേക ഭാഷകളുണ്ട്, കൂട്ടുകാർ തമ്മിൽ അഭിസംബോധന ചെയ്യുന്ന പല വാക്കുകളുണ്ട്. അതൊക്കെ ഞാൻ എന്ത് എൻ്റെ സഹോദരനോട് സംസാരിക്കണമെന്ന് തീരുമാനിക്കുന്ന ഏതാ? മാധ്യമങ്ങളാണ്, അല്ലെ? ഒരു സിനിമയിൽ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ആ ഡയലോഗ് ആയിരിക്കും പിന്നീട് നമ്മൾ തമ്മിൽ കണ്ടുമുട്ടുമ്പോൾ സംസാരിക്കുന്നത്, അല്ലെ? ഇപ്പം പുതിയ വാക്കുകളൊക്കെ ഉണ്ടല്ലേ, ബഡ്ഡി, അല്ലെ? അങ്ങനെ പുതിയ വാക്കുകളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ആദ്യ കാലഘട്ടങ്ങളിൽ വേറെ പല വാക്കുകളൊക്കെ ആയിരുന്നു, ഇപ്പൊ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ എന്താകണം, ഞാൻ എന്ത് എൻ്റെ സഹോദരനെ വിളിക്കണം, ഞാൻ എന്താണ് മാതാപിതാക്കളോട് എങ്ങനെയാണ് സംസാരിക്കേണ്ടത്, എങ്ങനെ ഇടപെടണം, ഇതെല്ലാം എന്നെ നിങ്ങളെ പഠിപ്പിക്കുന്നത് ഈ മാധ്യമങ്ങൾ. അതിന്റെ സ്വാധീനം എൻ്റെ ജീവിതത്തിലും ഉണ്ട്, നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ട്. ഞാൻ എന്നെ മാറ്റി നിർത്തിക്കൊണ്ടല്ല സംസാരിക്കുന്നത്. എങ്ങനെ സംസാരിക്കണം, ഞാൻ എന്താകണം, ഞാൻ ഏത് രീതിയിലുള്ള
വസ്ത്രം ധരിക്കണം. എന്റെ ആവശ്യം എന്താണ്? ഇതൊക്കെ തീരുമാനിക്കുന്നത് ഇന്ന് നമ്മുടെ മാധ്യമ സംസ്കാരമാണ്. അതുകൊണ്ട് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. ഇതൊക്കെ സത്യസന്ധമായ കാര്യങ്ങളാണ്. ഞാൻ എപ്രകാരമായിരിക്കണമെന്ന് നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ശക്തി എന്ന് പറയുന്നത് വെളിയിൽ നിന്നാണ്. ഒരു മൂല്യബോധമോ ധാർമ്മികതയോ സാമൂഹികമായ യാതൊരു പ്രതിബദ്ധതയോ ഇല്ലാത്ത സമൂഹത്തിൽ അപ്രകാരം ജീവിച്ചിരുന്ന ഒരു തലമുറയുടെ ബാക്കി പത്രങ്ങളാണ് ഞാനും നിങ്ങളും എന്നുള്ളത്. അതുകൊണ്ട് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. എന്റെ സംസാരത്തിന്റെ രീതി അത് മാധ്യമങ്ങളിലൂടെ പ്രചരിക്കുന്നതാണ് ഇന്ന് ഞാൻ എൻ്റെ കൂട്ടുകാരനോടും മാതാപിതാക്കളോടും സംസാരിക്കുന്നത്. എന്നാൽ ഈ വിശുദ്ധ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും. ഏതെങ്കിലും തരത്തിൽ ഒരു സമയമെങ്കിലും ഇതിൽ നിന്ന് ഒരു വാക്കെങ്കിലും എടുത്തുകൊണ്ട് എൻ്റെ സഹോദരനോടോ മാതാപിതാക്കളോടോ കൂട്ടുകാരനോടോ സംസാരിക്കുവാൻ എനിക്ക് സാധിക്കുന്നുണ്ടോ? ഞാൻ പക്ഷേ ക്രിസ്ത്യാനിയാണ്. നമുക്കറിയാം ഇന്ന് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഈ ക്രിസ്ത്യാനി എന്ന് അവന്റെ പേരുകൊണ്ട് പേര് മാത്രമാണ് ക്രിസ്ത്യാനി. ഒരു മനുഷ്യനെ കണ്ട് അവന്റെ പേരെന്താണെന്ന് ചോദിച്ചാൽ പേര് കേട്ട ക്രിസ്ത്യാനിയാണ്. പക്ഷേ ഇവൻ പള്ളിയിലും പോകത്തില്ല. ഈ പറയുന്ന യാതൊരു വിധത്തിലുള്ള ആത്മീയമായ അടിത്തറയും ഈ മനുഷ്യന് ഉണ്ടാകില്ല. അവരുടെ മൂല്യച്യുതിയുടെ കാരണവും ഇത് തന്നെയാണ്. ആത്മീയതയുടെ താളം തെറ്റിയ അനുഭവത്തിൽ ധാർമ്മികതയുടെയും താളം തെറ്റിയ സമൂഹമായിട്ട് പാശ്ചാത്യ ലോകം ഇങ്ങനെ അധംപതിച്ചിരിക്കുകയാണ്. അതിനെ ഇവിടെ കോപ്പി ചെയ്യുവാനായിട്ടാണ് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് മാധ്യമങ്ങളിലൂടെ അതിപ്രസരം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്തീയമായ അനുഭവങ്ങളിൽ പോലും ദേവാലയങ്ങളിൽ പോലും ക്രിസ്തീയമായ ഇടപാടുകളിൽ പോലും ഇന്ന് മാധ്യമം തീരുമാനിക്കും എങ്ങനെ നിൽക്കണമെന്ന്. ഒരു വിവാഹ കൂദാശ നടന്നു കഴിഞ്ഞാൽ എങ്ങനെ ദേവാലയത്തിലേക്ക് മണവാളനും മണവാട്ടിയും കയറി വരണമെന്നുള്ളത് സഭയുടെയും പിതാക്കന്മാരുടെയും പഠിപ്പിക്കലുകളല്ല, പിന്നെയോ ക്യാമറക്കാരന്റെ പഠിപ്പിക്കലുകൾ അനുസരിച്ചാകുന്നു നീങ്ങുന്നത്. അല്ലേ? മാറ്റാൻ പറ്റത്തില്ല. കാരണം നമ്മുടെ ജീവിതവുമായിട്ട് അതുകൂട്ട് ഇതങ്ങ് ഇഴുകിച്ചേർന്നിരിക്കുക. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പ്രവാചകൻ എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്, പഴയ പാതകളെ ഒന്ന് നോക്കുവിൻ. പിതാക്കന്മാരുടെ ജീവിതചര്യ, എന്റെ പൂർവ്വപിതാക്കന്മാർ എപ്രകാരം ദൈവത്തോട് ചേർന്ന് നിന്നു. അതുകൊണ്ടാണ് ഞാനും നിങ്ങളുമൊക്കെ ഇന്ന് ഈ ദേവാലയത്തിൽ ഇവിടെ വന്നിരിക്കുന്നത്. നമ്മുടെ അടുത്ത തലമുറയ്ക്കൂടെ ഇതുകൂട്ട് ഇവിടെ വന്നു നിന്ന് ആരാധിക്കുവാനുള്ള സ്വാതന്ത്ര്യത്തെ നിഷേധിക്കുന്ന അനുഭവത്തിലേക്കാണോ ഞാനും നിങ്ങളും അടുത്ത തലമുറയെ തള്ളിവിടുന്നത്? ഈ മനോഹരമായ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ആരാധനയുടെ അനുഭവം, ദൈവസ്നേഹത്തിൽ നിൽക്കുന്നതായ അനുഭവം എത്ര മനോഹരമാണ്. സ്വർഗവും ഭൂമിയും തമ്മിൽ സമ്മേളിക്കുന്നതായ അനുഭവം. വാങ്ങിപ്പോയവരും ജീവനുള്ളവരും സ്വർഗത്തിലെ മാലാഖമാരും നമ്മളും എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തിന് സ്തുതി പാടുന്ന മഹത്വരമായ ആരാധനയുടെ അനുഭവമാണ് ആരാധന. അത് അടുത്ത തലമുറയ്ക്കൂടെ കൊടുക്കേണ്ടതായ ബാധ്യത എനിക്കും നിങ്ങൾക്കും ഇല്ലയോ? അതോ പഴയ ജീവിത അനുഭവങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി പുതിയ എന്തിനോ വേണ്ടി ആലോചിച്ച് പുതിയ എന്തിനു വേണ്ടി നമ്മൾ അന്വേഷിച്ച് നീങ്ങുകയാണ്? ഇന്ന് പല ദേവാലയങ്ങളിലും യുവാക്കളുടെ സാന്നിധ്യം കുറഞ്ഞു വരുന്നു എന്ന പരാതിയാണ്. പ്രത്യേകിച്ച് കേരളത്തിന് വെളിയിലെ ദേവാലയങ്ങളിലൊന്നും കുട്ടികളെ ലഭിക്കാറില്ല. അവർക്കറിയില്ല അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന്. അവരോട് ചോദിച്ചാൽ പറയും, എന്താണ് അവിടെ സംഭവിക്കുന്നത്? കുറച്ചു നേരം അവിടെ പോയി ഇങ്ങനെ കൈകെട്ടി നിൽക്കണം. അതിപ്പോ മാതാപിതാക്കള് പറയുന്നത് കൊണ്ട് ഇതനുസരിക്കുന്നു. സമൂഹം മാറ്റപ്പെട്ടു. ഈ വിശുദ്ധ വചനങ്ങളുടെ അനുഭവത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. കൂടുതലായിട്ട് ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മുടെ തെരഞ്ഞെടുപ്പുകൾ എന്ന് പറയുന്നത് നല്ല സാമ്പത്തിക ഭദ്രത ലഭിക്കുന്ന ജോലിക്ക് വേണ്ടി കുട്ടികളെ മാറ്റുക എന്നതിലേക്ക് മാറി. അവൻ പഠിക്കുന്നുണ്ട്, നല്ലവണ്ണം പഠിക്കുന്നുണ്ട്, ഏറ്റവും നല്ലതായി പഠിക്കുന്നുണ്ട്, നല്ല ജോലിയും അവന് ലഭിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ അവൻ ദൈവവുമായിട്ടുള്ള ബന്ധം, ദൈവത്തിന്റെ വഴി ഇതിൽ നിന്നൊക്കെ വിട്ട് വേറെ പല സാധ്യതകളും അവന് മുമ്പ് വരുമ്പോൾ ആ വഴികളിലൂടെ കടന്നു പോകുന്നത്. അവന്റെ സംസാരം പോലും വേറെ രീതിയിലാണ്. ദൈവവുമായി അടുത്ത് നിൽക്കുന്ന
ദേവാലയവുമായി അടുത്ത് നിൽക്കുന്ന, ദൈവവചനവുമായി അടുത്ത് നിൽക്കുന്ന ഒരു മനുഷ്യന്റെ സംസാരം കേട്ടു കഴിഞ്ഞാൽ എനിക്കും നിങ്ങൾക്കും ഒക്കെ അറിയാം, അല്ലേ? അദ്ദേഹം സംസാരിക്കുന്നതിന് ഒരു വ്യത്യസ്തതയുണ്ട് എന്ന് നാം എല്ലാവരും പറയും. എന്നാൽ വെളിയിൽ നിന്നും ഈ ദേവാലയവുമായി അടുത്ത ബന്ധമില്ലാത്ത ഒരു മനുഷ്യനും ദൈവവചനത്തെ പറ്റി അറിയാത്ത ഒരു മനുഷ്യനും ഇതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കാത്ത ഒരു മനുഷ്യന്റെയും സംസാരം തമ്മിൽ വ്യത്യാസം ഉണ്ടാകാറില്ലേ? തീർച്ചയായിട്ടും ഉണ്ട്. അദ്ദേഹം സംസാരിക്കുന്നതും നമ്മൾ സംസാരിക്കുന്നതും തമ്മിൽ വ്യത്യാസം ഉണ്ടാവും. നമ്മളെപ്പോഴും പുറകോട്ട് വലിക്കുന്ന ഒരു ശക്തിയുണ്ട്. എന്താണ്? നന്മയേത്, തിന്മയേത്, ഞാൻ പറയേണ്ട വാക്കുകൾ എന്താണ്, ഞാൻ ഈ ലിമിറ്റിനപ്പുറം പോകാമോ, ഈ വരയ്ക്കപ്പുറം ഞാൻ കടന്നു പോകാമോ എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നതായ ഒരു സംഗതി നമ്മുടെ ഉള്ളിലുണ്ട്. അത് ഇന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ ഞാൻ എന്തായിരിക്കണമെന്ന്, ഞാനൊരു ക്രൈസ്തവനാണ്, അല്ല ദൈവത്തെ അറിയുന്നവനാണ്, അതുകൊണ്ട് ഞാൻ ഇപ്രകാരമൊക്കെ ചെയ്യാവൂ, പ്രവർത്തിക്കാവൂ, സംസാരിക്കാവൂ എന്നുള്ളത് നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. ഇന്ന് നിങ്ങളോടും എന്നോടും പറയുന്നത് മാധ്യമങ്ങളാ, നീ സംസാരിക്കേണ്ടത് ഇപ്രകാരമാണ്. നിന്റെ കൂട്ടുകാരനെ കാണുമ്പോൾ നീ വിഷ് ചെയ്യേണ്ടത് എപ്രകാരമാണെന്ന് പറയുന്ന ആരാ? മാധ്യമങ്ങളാ പറയുന്നത്. പുതിയ വാക്കുകൾ നിങ്ങൾക്ക് തരും, എനിക്കും തരും സംസാരിക്കുവാൻ തക്കവണ്ണം. പക്ഷെങ്കിൽ ആ സംസാരങ്ങളൊന്നും നമ്മുടെ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കുവാൻ തക്കതല്ല. ഇത്രയും ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പഴയ കൂട്ടുകാർ തമ്മിലുള്ള ഒരു സ്നേഹബന്ധമാണോ ഇന്നത്തെ കൂട്ടുകാർ തമ്മിലുള്ളത്? പഴയ കൂട്ടുകാർ തമ്മിൽ ഇപ്പം കണ്ടു കഴിഞ്ഞാലും ഉള്ള സ്നേഹമെന്ന് പറയുന്നത് ചങ്ക് പറിച്ചു കൊടുക്കുന്ന സ്നേഹബന്ധമാണ്. പക്ഷെ ഇന്നും കൂട്ടുകാരുണ്ട്, അല്ലേ? കൂട്ടുകാരുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് അനേക കൂട്ടുകാരികളുണ്ട്, ഒത്തിരിയുണ്ട്. ഞാൻ ആദ്യം ഓർമ്മിച്ച പോലെ തന്നെ മദ്യവും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ ഉപയോഗിക്കാൻ തക്കവണ്ണം അനേക കൂട്ടുകാരുണ്ട്. ഫോൺ വിളിച്ചാൽ അനേക ആളുകൾ ആ സ്പോട്ടിൽ പറന്നെത്തുക ഈ പ്രശ്നം തീർക്കാനായിട്ട്. ഇത് പിടിച്ച നാട്ടുകാര് അവസാനം പ്രയാസത്തിലാവും. എവിടെ നിൽക്കുന്നു നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ? അതുകൊണ്ട് ഒരു തിരിഞ്ഞു നോട്ടം ആവശ്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കൂട്ടുകാരും കാര്യങ്ങളുമാണ് നമ്മളെ നിയന്ത്രിക്കുന്ന അനുഭവങ്ങളിലേക്ക് കടന്നു വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു തിരിഞ്ഞു നോട്ടം നമുക്ക് ആവശ്യമായിരിക്കുകയാണ്. പഴയ പാതകളെ നോക്കുവാൻ, പിതാക്കന്മാരുടെ ജീവിത ശൈലികളെ പിന്തുടരുവാൻ നമുക്ക് സാധിക്കണം. ഇത് തന്നെയാ പ്രവാചകൻ അന്നും ഓർപ്പിച്ചത്, ജനത്തോട് ഓർപ്പിച്ചത്. നിങ്ങൾ ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടു, നിങ്ങളുടെ സഹോദരനോട് അതിക്രമം ചെയ്യുന്നു, ദൈവത്തിന്റെ ആരാധനയ്ക്ക് നിങ്ങൾ പോകുന്നില്ല. പോകുന്നോ? ബാലിന്റെ ആരാധനയ്ക്ക. ഇപ്പോ 2 മണിക്കൂർ 1.5 മണിക്കൂർ ദേവാലയത്തിൽ നിൽക്കേണ്ടതിന് പകരം പെട്ടെന്ന് തീരുന്ന പല ആരാധനകൾ ഇന്ന് നിലവിലുണ്ട്. പല നമ്മുടെ ചെറുപ്പക്കാരും ഒരുമാതിരി പ്രായമുള്ള ആളുകളും ഇന്ന് ആരാധനകൾക്ക് പോകുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ സംഗതിയാണ്. കേരളത്തിലേക്കൊക്കെ അത് വ്യാപിച്ച് വരുന്നതേ ഉള്ളൂ. ഒരു നിമിഷം നമ്മൾ ഇരുന്നാൽ മതി, നമുക്ക് ഇന്റർനെറ്റ് മുമ്പിൽ ഇരുന്ന് കഴിഞ്ഞാൽ മാമോദീസ നടത്തി കിട്ടും, സർട്ടിഫിക്കറ്റ് വീട്ടിൽ വരും. കല്യാണം നടത്തി കിട്ടും, സർട്ടിഫിക്കറ്റ് വീട്ടിൽ വരും. ആ സാഹചര്യങ്ങളിലേക്കൊക്കെ സൈബർ ചർച്ച എന്നൊക്കെ പറഞ്ഞ് മാറിക്കൊണ്ടിരിക്കുക ലോകം. അവിടെ ഒരു തിരിഞ്ഞു നോട്ടത്തിന്റെ ആവശ്യം. അന്നും പ്രവാചകൻ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ ഇതേണ്ട നിങ്ങളുടെ പിതാക്കന്മാരുടെ പാതകളെ വിട്ട് പോയിരിക്കുന്നു. നിങ്ങൾക്ക് നല്ല മനോഹരമായ അനുഭവത്തിലേക്ക് നിങ്ങളെ കൊണ്ടുവന്നത് ഈ ദൈവമാണ്. പക്ഷേ ആ ദൈവത്തിന്റെ പാതകളെ നിങ്ങൾ വിട്ടുതിരിഞ്ഞുകൊണ്ട് പോയിരിക്കുന്നു. അനേക സാധ്യതകൾ വേറെ നിങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്നു. ബാലിന്റെ വിഗ്രഹങ്ങളെ സേവിക്കുന്നു. ജീവനുള്ള ദൈവത്തെ നിങ്ങൾ മറന്നിരിക്കുന്നു. പണ്ട് ബാലുമായിട്ട് ഒരു പ്രശ്നമുണ്ടായി. അവിടെ ബാലിന്റെ പുരോഹിതന്മാർ പ്രാർത്ഥിച്ചു, അഗ്നി ഇറങ്ങിയോ? ഇല്ല. ജീവനുള്ള ദൈവത്തെ പ്രാർത്ഥിച്ച പ്രവാചകൻ മുഖാന്തരമായിട്ട് അഗ്നി ഇറങ്ങി യാഗവസ്തുവിനെ ദഹിപ്പിച്ചു. ഇതൊക്കെ കണ്ടറിഞ്ഞതും കേട്ടറിഞ്ഞതുമായ ജനസമൂഹമായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്നത്. പക്ഷെങ്കിൽ അവര് ദൈവത്തിന്റെ വഴികളിൽ നിന്ന് വിട്ടുമാറിപ്പോയി. നമ്മളും അനുഭവിച്ച് അറിയുന്നതാണ് ദൈവം നടത്തിയ രക്ഷാകരമായ അനുഭവങ്ങൾ, ദൈവം നടത്തിയ വലിയ വഴികൾ, ദൈവം നമുക്ക് ചൊരിഞ്ഞതായ അനുഗ്രഹങ്ങൾ. വിശുദ്ധാരാധനയുടെ അനുഭവത്തിലൂടെയും പ്രാർത്ഥനയിലൂടെയും
ദൈവവചന ധ്യാനത്തിലൂടെയൊക്കെ നമുക്ക് തന്ന അനേക അനുഗ്രഹങ്ങൾ. പക്ഷേ ഇതൊക്കെ മറന്നിട്ടാണ് ഈ പുതിയ സംസ്കാരത്തിന്റെ പുറകെ ഞാനും നിങ്ങളും പോകുന്നത്. ആ ജനം ചെയ്തതും ഞാനും നിങ്ങളും ചെയ്യുന്നതുമായ തെറ്റ് ഒന്നു തന്നെയെങ്കിൽ പ്രവാചകൻ ഇന്ന് വീണ്ടും എന്നെയും നിങ്ങളെയും ഓർപ്പിക്കുകയാണ്, പഴയ പാതകളിലേക്ക് തിരിഞ്ഞു നോക്കുക, പിതാക്കന്മാരുടെ പാതകളിലേക്ക്, പഠിപ്പിക്കലുകളിലേക്ക് തിരിഞ്ഞു നോക്കുക. നമ്മുടെ അഭിരുചി, നമുക്കെന്താണ് ആവശ്യം, ഇത് തീരുമാനിക്കേണ്ടത് ദൈവഹിതത്തിൽ ആശ്രയിച്ചുകൊണ്ടായിരിക്കണം. എന്നിൽ പുതിയ അഭിരുചികൾ വളർത്തുന്ന അനേക സാഹചര്യങ്ങൾ ഇന്ന് നമ്മുടെ മുമ്പിലുണ്ട്. അതിന് TV ഒന്ന് തുറന്നു വെച്ചാൽ മാത്രം മതിയാവും. പക്ഷെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്നത് അതല്ല. പല അഭിരുചികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരും. അനേക ചോയ്സുകൾ തിരഞ്ഞെടുക്കാം, അനേകമുണ്ട് തിരഞ്ഞെടുക്കാൻ തക്കവണ്ണം നമ്മുടെ മുൻപിൽ. പക്ഷെങ്കിൽ ദൈവം എന്നെയും നിങ്ങളെയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതല്ല. ഏലിയാവിന് അപ്പം കൊടുത്തിട്ട് ദൈവം പറഞ്ഞു, എഴുന്നേറ്റ് നടക്കുക, നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എഴുന്നേറ്റ് നടക്കുക. അപ്പം കൊടുത്തിട്ട് പറഞ്ഞു, നീ എഴുന്നേറ്റ് നടക്കുക, ഇതിന്റെ ഊർജം കൊണ്ട് നീ എഴുന്നേറ്റ് നടക്കുക, നിന്നെ കൊണ്ട് വലിയ കാര്യങ്ങൾ ദൈവത്തിന് ചെയ്യുവാനുണ്ട്. ഞാനും നിങ്ങളും ആയിരിക്കുന്നതായ അവസ്ഥയിൽ ദൈവത്തിന്റെ സുവിശേഷീകരണത്തിനായിട്ട് ഒരുങ്ങുവാൻ തക്കവണ്ണം ദൈവം ആഹ്വാനം ചെയ്യുകയാണ്. ആയിരിക്കുന്ന സാഹചര്യങ്ങളിൽ പിതാക്കന്മാരുടെ കാലടികളെ പിന്തുടർന്നുകൊണ്ട് സമൂഹത്തിനും കുടുംബത്തിനും വ്യക്തി ജീവിതത്തിലും പുതിയ ദൈവികമായ വഴികളെ കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. അവസാനമായിട്ട് പറയുകയാണ്, നല്ല വഴി ഏതെന്ന് ചോദിച്ചതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രമം ലഭിക്കും. നല്ല വഴി ഏതെന്ന് ചോദിച്ച് അതിൽ നടപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. വിശുദ്ധ യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 14-ാമത്തെ അധ്യായം 5-ാമത്തെ വാക്യത്തിൽ യേശുതമ്പുരാൻ വ്യക്തമായിട്ട് പറയുന്നു, എന്താണ്? ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നല്ല വഴികൾ ഏതെന്ന് നോക്കണം. വഴിക്കവലകളിൽ ചെന്ന് അനേക സാധ്യതകൾ എൻ്റെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുകയാണ്. അതിൽ പിതാക്കന്മാരുടെ ജീവിത ശൈലി എപ്രകാരമായിരുന്നു? പ്രവാചകൻ അവരെ ഓർപ്പിക്കുകയാണ്, നിങ്ങളുടെ പിതാക്കന്മാർ ദൈവത്തോട് ചേർന്ന് നടന്നു, അനുഗ്രഹങ്ങൾ ലഭിച്ചു, ദേശത്തിനും ഒക്കെ അനുഗ്രഹമായി തീർന്നു. ദൈവം എന്തുകൊണ്ട് ഇസ്രായേലിനെ മാത്രം തിരഞ്ഞെടുത്തു? അനേക ജാതി ഉണ്ടായിരുന്നു, അനേക മനുഷ്യരുണ്ടായിരുന്നു, വർഗം ഗോത്രം എല്ലാം ഉണ്ടായിരുന്നു, അനേക ജനതകളുണ്ടായിരുന്നു. എന്തുകൊണ്ട് ദൈവം ഇസ്രായേലിനെ മാത്രം തിരഞ്ഞെടുത്തു? അവർക്കൊരു ദൗത്യം കൊടുത്തിരുന്നു, ജാതികൾക്ക്, ജനതകൾക്ക് പ്രകാശമായി തീരുവാൻ. ജനതകൾക്ക് പ്രകാശമായി തീരുവാൻ തക്കവണ്ണമാണ് ദൈവം ഇസ്രായേലിനെ വിളിച്ച് വേർതിരിച്ചത്. പക്ഷെങ്കിൽ ജനം ആ സാഹചര്യങ്ങളിൽ നിന്ന് മാറിപ്പോകുന്ന സന്ദർഭത്തിൽ ദൈവം തിരികെ വരുവാനായി പ്രവാചകൻ മുഖാന്തരം ഓർപ്പിക്കുകയാണ്, ഞാൻ നിങ്ങളെ തെരഞ്ഞെടുത്തത് ജനതകൾക്ക് പ്രകാശമായി തീരുവാൻ. അതുകൊണ്ട് പിതാക്കന്മാരുടെ ജീവിത സാഹചര്യങ്ങളോട് ഒന്ന് നോക്കുക, തിരികെ വരിക, നല്ല വഴി ഏതെന്ന് നോക്കി പിതാക്കന്മാരുടെ പഠിപ്പിക്കലുകളും ജീവിതങ്ങളും ഒക്കെ നോക്കി പഠിച്ചിട്ട് ആ നല്ല വഴികളിൽ കൂടി നടക്കുക. ആ നല്ല വഴിയിൽ കൂടി നടക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിന് വിശ്രമം ലഭിക്കുമെന്ന് ഇവിടെ ഓർപ്പിക്കുകയാണ്. നല്ല വഴി എന്ന് പറയുന്നത് ക്രിസ്തുവാകുന്ന വഴി തിരഞ്ഞെടുക്കുവാൻ തക്കവണ്ണം നമുക്കേവർക്കും സാധിക്കണം. അതിന് ജീവിതത്തിൽ പല കടമ്പുകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടതായിട്ട് വരും. പെട്ടെന്നൊന്നും നമ്മുടെ ജീവിതത്തിൽ ആ വഴി തിരഞ്ഞെടുക്കുവാൻ അത് നമുക്കറിയാം, പക്ഷെങ്കിൽ അതിനെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കുന്നില്ല. രണ്ടാമത്തെ ക്രിസ്തു എന്ന് പോലും വിശേഷിപ്പിച്ച വിശുദ്ധനായിരുന്നു അസീസിയിലെ ഫ്രാൻസിസ് എന്ന് പറയുന്നത്. അദ്ദേഹം വളരെ പരിശുദ്ധനായ മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയെപ്പറ്റി എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹം വളരെ പരിശുദ്ധനും പ്രാർത്ഥനാ ജീവിതമുള്ള ആളുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് ഒരു സഹോദരൻ വന്നിട്ട് ചോദിച്ചു, അങ്ങ് വളരെ നന്നായി പ്രാർത്ഥിക്കുന്ന മനുഷ്യനാണ്, ആ പ്രാർത്ഥന ഞങ്ങളെ കൂടെ പഠിപ്പിക്കണമേ എന്ന് ഈ ഫ്രാൻസിസിനോട് പറഞ്ഞു. അപ്പോൾ ഫ്രാൻസിസ് പറഞ്ഞു, അതിനെന്താ,
പ്രാർത്ഥന പഠിപ്പിക്കുന്നതിന് ഒരു കുഴപ്പവുമില്ല. ഇന്ന് വൈകിട്ട് എന്നോടുകൂടെ പ്രാർത്ഥിപ്പാൻ ഇരുന്നോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് സമയമായി, രാത്രിയായപ്പോ ഫ്രാൻസിസ് ഈ സഹോദരനോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും രാത്രി 2 സ്ഥലങ്ങളിലിരുന്ന് പ്രാർത്ഥിപ്പാം. എന്റെ കയ്യിലും കുറച്ച് കല്ലുകളുണ്ട്, സഹോദരന്റെ കയ്യിലേക്കും ഞാൻ കുറെ കല്ലുകൾ തരുന്നു. നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കുന്നത്. ഓരോ പ്രാർത്ഥനകൾ കഴിയുമ്പോഴും കല്ലുകൾ മറ്റേ കയ്യിലോട്ട് മാറിക്കൊണ്ട് പ്രാർത്ഥന നടത്തണമെന്ന് ഈ ഫ്രാൻസിസ് ആ സഹോദരനെ ഓർപ്പിച്ചു. സഹോദരൻ വളരെ സന്തോഷമായി. കാരണം സ്വർഗസ്ഥനായ പിതാവ് എന്നുള്ള പ്രാർത്ഥന പ്രാർത്ഥിക്കുവാനായിട്ട് പ്രയാസമൊന്നുമില്ലല്ലോ. ഫ്രാൻസിസിനെ കൂട്ട് പ്രാർത്ഥിക്കാമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഈ കല്ലുകളൊക്കെ മേടിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തേക്ക് അദ്ദേഹം പോയിരുന്നു. രണ്ടുപേരും പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. രാവിലെ ആയപ്പോഴേക്കും ഈ സഹോദരൻ വളരെ സന്തോഷത്തോടുകൂടെ ഓടി ഫ്രാൻസിസിന്റെ അടുക്കിലേക്ക് വന്നു. കാരണം താൻ രാത്രി മൊത്തം പ്രാർത്ഥനകൾ തികച്ചു. ഒരു കയ്യിൽ നിന്ന് മറ്റു കൈയിലേക്ക് കല്ലുകൾ മാറ്റിക്കൊണ്ട് പ്രാർത്ഥന വളരെ കൃത്യമായിട്ട് നിർവഹിച്ചു. പ്രാർത്ഥിച്ച സന്തോഷത്തോടുകൂടെ ഓടി ഫ്രാൻസിസിന്റെ അടുക്കിലേക്ക് വന്നു. ആ ഫ്രാൻസിസിന്റെ അടുക്കിലേക്ക് വന്ന ഈ മനുഷ്യനാകെ ഞെട്ടി നിന്നുപോയി. ഒരു സ്വർഗസ്ഥനായ പിതാവെ പോലും തികയ്ക്കുവാൻ സാധിക്കാതെ, ഒരു കയ്യിൽ നിന്ന് മറ്റേ കൈയിലേക്ക് ഈ കല്ല് മാറുവാൻ തക്കവണ്ണം സാധിക്കാതെ, വിറകൈകളോടെ കണ്ണുനീരോടുകൂടെ സ്വർഗസ്ഥനായ പിതാവേ എന്ന പ്രാർത്ഥന ഒരു രാത്രി മൊത്തം ഇരുന്നിട്ടും പൂർത്തീകരിക്കുവാൻ സാധിക്കാതെ നിൽക്കുന്ന ഫ്രാൻസിസിനെയാണ് ഈ സഹോദരൻ കണ്ടത്. ആ നിമിഷം അദ്ദേഹത്തിന്റെ ഹൃദയം അലിഞ്ഞുപോയി. എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് മനസ്സിലായി. പെട്ടെന്ന് നമ്മളൊരു തീരുമാനമെടുത്ത് വഴിയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ നമുക്ക് എളുപ്പമാണ്. പക്ഷെങ്കിൽ ദൈവത്തിൽ ആശ്രയിച്ച് അടിയുറച്ചുകൊണ്ട് എന്താണ് നല്ലത് എന്ന് ദൈവഹിതത്തിനനുസൃതമായി ചിന്തിച്ചുകൊണ്ട് മുൻപോട്ട് നീങ്ങുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ട് ക്രിസ്തു പറയുന്നത്, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ഇതിലൂടെ കടക്കുവാൻ ചില പ്രയാസമാണ്, ഒത്തിരി പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നമ്മൾ പാടും, രാജ്യത്തിൻ വാതിൽ ചെറിയതുമാ മാർഗം, വീതി കുറഞ്ഞതുമാ വഴിഗമനം, കാംക്ഷിപ്പോ അത്യുത്സാഹമവശ്യം താൻ അലസതലേശം, അശുഭ വഴിക്കു വശംവദനായി സ്വാത്മത്തെ സ്വയമേ നിഹനിക്കും. ഈ വാതിലിലൂടെ കടക്കുവാൻ തക്കവണ്ണം ചില പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ട്. പക്ഷേ ശരിയായ പാതയിലൂടെ നടന്നാൽ വിശ്രമത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരും. ദൈവിക അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനായിട്ട് നമുക്ക് ഇടവരും. നിയോഗ വഴികളിൽ നമ്മുടെ കൂടെയുള്ള നായകൻ എന്ന് പറയുന്നത് യേശു തമ്പുരാനാണ്. ക്രിസ്തുവിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്രിസ്തു തന്നെ സ്നേഹിക്കുന്ന ആടുകളെ പുറത്തു കൊണ്ടുപോവുകയും അവയെ പേർ ചൊല്ലി വിളിക്കുകയും ചെയ്ത് അതിന് മുൻപായി നടക്കും. നല്ല മേച്ചിൽപ്പുറങ്ങൾ എവിടെയെന്ന് മുൻപിൽ നടക്കുന്ന ഇടയനറിയാം. ആ ഇടയന്റെ വഴി അനുസരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യം. ആ ഇടയനെ അനുസരിച്ച് പുറകെ പോവുകയാണെങ്കിൽ നല്ല മേച്ചിൽപ്പുറങ്ങളിലേക്ക് എത്തിച്ചേരുവാനായിട്ട് നമുക്ക് സാധിക്കും. നാം സഞ്ചരിക്കേണ്ടതായ വഴി എന്നത് യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കണം. അവൻ പറയുന്നുണ്ട്, ക്രിസ്തു പറയുന്നുണ്ട്, ഞാൻ ലോകത്തിൽ വന്നത് ജീവൻ നൽകുവാനാണ്, സമൃദ്ധമായ ജീവൻ നൽകുവാനാണ്. ജീവന് മുമ്പ് സമൃദ്ധമായ ജീവൻ നൽകുവാൻ തക്കവണ്ണമാണ് ഞാൻ കടന്നു വന്നത് എന്ന് പറയുന്നു. ക്രിസ്തു പറയുന്നു, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഇതൊക്കെ പഠിപ്പിച്ചു കഴിഞ്ഞിട്ട് ക്രിസ്തു പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ആദ്യം പറയുന്നുണ്ട്, ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. പിന്നെ പറയുന്നുണ്ട്, നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. ക്രിസ്തുവാകുന്ന വഴിയിലൂടെ കടന്നു പോകുവാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനാണ് ഒരു തിരിഞ്ഞു നോട്ടവും, നമ്മുടെ സാധ്യതകൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോൾ ഒരു തിരഞ്ഞെടുപ്പും ഒക്കെ ആവശ്യമായിട്ട് വരുന്നത്. ഇടയന്റെ ചോര വീണ വഴികളിലൂടെ ആടിന്റെ സഞ്ചാരമുണ്ട്. അത് ക്രിസ്തുവാ നമുക്ക് പകർന്നു തന്നത്.
വഴി വളരെ വ്യക്തമായിട്ട് എൻ്റെയും നിങ്ങളുടെയും മുൻപിൽ വെച്ച് തന്നിട്ടുണ്ട്. അത് വഴിയെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ ചോര കൊണ്ട് ചോരത്തുള്ളികൾ വീണ വഴിയാണ്. ആ വഴി നേരെ നടന്നു പോകുമ്പോൾ ദൈവ സന്നിധിയിലേക്ക്, യഥാർത്ഥമായ ലക്ഷ്യത്തിലേക്ക് നാം കടന്നു ചെല്ലുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഒരു ഇടയനുമില്ല. ഇപ്രകാരം ആടിനു വേണ്ടി വഴി കാണിച്ചു കൊടുത്ത വേറെ ഒരു ഇടയനുമില്ല. തൻ്റെ രക്തമാണ് ഒഴുക്കിയിരിക്കുന്നത്. ഓരോ തുള്ളി രക്തവും ഒഴുക്കിക്കൊണ്ട് ജനത്തിന് വഴി പകർന്നു കൊടുത്തിരിക്കുകയാണ് ഈ ഇടയനെന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ ആടുകൾക്ക് വേണ്ടി എൻ്റെ ജീവനെ കൊടുക്കുന്നു എന്ന് പറയും. എനിക്കും നിങ്ങൾക്കും കൃത്യമായി നടന്നു പോകുവാൻ, ലക്ഷ്യ സ്ഥാനത്ത് എത്തിച്ചേരുവാൻ നമ്മുടെ ഇടയൻ നൽകിയിരിക്കുന്ന വഴി തൻ്റെ സ്വന്തം ചൂടുരക്തം ഒഴുക്കിയ വഴിയാണ്. എന്തേ ഞാനും നിങ്ങളും ആ വഴിയിൽ നിന്ന് ചിലപ്പോഴെങ്കിലും തെറ്റി മാറിപ്പോകുന്നു? പലപ്പോഴെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ട്, നമ്മുടെ ചിന്തകൾ കൊണ്ട്, പ്രവർത്തനങ്ങൾ കൊണ്ട്, നമ്മുടേതായ തീരുമാനങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വേറൊരാൾ തീരുമാനങ്ങൾ എടുപ്പിച്ചതുകൊണ്ട് പലപ്പോഴും നമുക്ക് വേണ്ടി രക്തമൊഴുക്കി നേരായ വഴി നമുക്ക് കാണിച്ചു തന്ന ക്രിസ്തുവിൻ്റെ വഴികളിൽ നിന്ന് നാം വ്യതിചലിച്ചു പോകുന്നു. വീണ്ടും ഈ പ്രവാചകൻ നമ്മെ ഓർപ്പിക്കുകയാണ്, ദൈവത്തിൻ്റെ വഴി മനസ്സിലാക്കുവാൻ സാധിക്കണം. അങ്ങനെ ലോകത്തിന് വെളിച്ചത്തിന് അനുഭവമാൻ സാധിക്കണം. അങ്ങനെ ഉണ്ടായിരുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധയായ മദർ തെരേസയുടെ ജീവിതമെന്ന് പറയുന്നത്. തൻ്റെ ജീവിതത്തെ എങ്ങനെയായിത്തീരണമെന്ന് പൂർണ്ണമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചതാണ് മദർ തെരേസ എന്ന് പറയുന്നു. മൊത്തമായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിച്ചപ്പോൾ ദൈവം അതിനെ നുറുക്കി ഈ ഭാരതത്തിന് മൊത്തമായിട്ട് കൊടുത്തു. അനേകർക്ക് ശരണമായി തീരുവാൻ, അമ്മയായി തീരുവാൻ മദർ തെരേസയ്ക്ക് സാധിച്ചു. ദൈവത്തിൻ്റെ വഴി വ്യക്തമായി മനസ്സിലാക്കുകയും തന്നെ ദൈവത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്തുകൊണ്ടാണ് അഗതികൾക്ക് അമ്മയായി തീരുവാൻ, അനേകർക്ക് ആശ്രയമായി തീരുവാൻ ഈ മദർ തെരേസയ്ക്ക് സാധിച്ചത്. വഴി എൻ്റെയും നിങ്ങളുടെയും മുമ്പിൽ തെളിഞ്ഞ് കിടപ്പുണ്ട്. അനേക വഴികളും ഉണ്ട്. പക്ഷേ നമ്മുടെ നായകനായ ക്രിസ്തു എനിക്ക് നിങ്ങൾക്കും വേണ്ടി ഒരുക്കിയതായ ആ ചുടു ചോരയിലൂടെ, ആ ചോരത്തുള്ളികൾ വീണ പാതയിലൂടെ നടന്നു പോകുവാൻ നമുക്ക് സാധിക്കണം. ആ പാതകൾ തെളിഞ്ഞു വരണമെങ്കിൽ ജീവിതത്തിന്റെ കറകളെ നീക്കിക്കൊണ്ട് സത്യകുംഭസാരത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു വരണം. ആരാധനയുടെ അനുഭവത്തിൽ കടന്നു വരണം. വ്യക്തി ജീവിതങ്ങളിൽ പ്രാർത്ഥനയുടെ അനുഭവം ഉണ്ടാകണം. സാമൂഹിക പ്രതിബദ്ധതയുള്ളവരായി തീരണം. ജീവിതത്തിൽ ആത്മീയതയ്ക്ക് സ്ഥാനം കൊടുക്കണം. ദൈവികമായ വഴികൾ തെളിഞ്ഞു വരുവാൻ തക്കവണ്ണം പ്രാർത്ഥനയുടെ അനുഭവത്തിലേക്ക് നാം മാറണം. പ്രവാചകൻ ഇവിടെ ഓർപ്പിക്കുകയാണ്, നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് നല്ല വഴി ഏതെന്ന് ചോദിപ്പിൻ, പഴയ വഴികളിലേക്ക് തിരിഞ്ഞ് നല്ല വഴിയിൽ കൂടി നടപ്പിൻ, എന്നാൽ നിങ്ങൾക്ക് വിശ്രമം ലഭിക്കും. എന്നാൽ അവരോ തങ്ങൾ അതിൽ കൂടി നടക്കയില്ല എന്ന് പറയുന്നു. വഴിക്കവലകൾ അനേക സാധ്യതകളുടെ സ്ഥലമാണ്. പല തെരഞ്ഞെടുപ്പുകൾ നമുക്ക് നടത്തുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ പഴയ വഴികൾ നോക്കുവാൻ സാധിക്കണം. പിതാക്കന്മാരുടെ ജീവിതവും പ്രവൃത്തിയും ജീവിത ശൈലിയും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലെ ആധുനികതകൾക്ക് ഉപരിയായി ഒന്ന് തിരിഞ്ഞു നോക്കുവാനും നമ്മുടെ ജീവിതത്തിൽ കുറച്ചെങ്കിലും പകർത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. സത്യ വഴിയായ ക്രിസ്തുവിനെ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം. ആ പാത ക്രിസ്തു നമുക്കായി തുറന്നു തന്നിരിക്കുന്നത്, നമുക്ക് അടയാളമിട്ടിരിക്കുന്നത് അവന്റെ രക്തം കൊണ്ടാണ്. ആ രക്തത്തുള്ളികൾ ഈ പാതയിൽ ഒഴുക്കിയിട്ടുണ്ട്. അതിനെ അനുസരിച്ച് നടന്നു പോയാൽ മാത്രം മതി. പക്ഷേ പലപ്പോഴെങ്കിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അറിവില്ലായ്മ കൊണ്ടോ ഒക്കെ തെറ്റിപ്പോയിട്ടുണ്ട്. പക്ഷേ ക്രിസ്തു വീണ്ടും നമ്മളെ മാടി വിളിക്കുന്നുണ്ട്.
ദൈവസന്നിധിയിലേക്ക് തിരികെ വരുവാൻ പ്രവാചകൻ മുഖാന്തരം വിളിച്ചതുപോലെ ഈ വചനം വഴിയായി എന്നെയും നിങ്ങളെയും വിളിക്കുന്നു. ദൈവ സ്വരത്തിന് ചെവി കൊടുപ്പാനും ക്രിസ്തുവാകുന്ന നായകനെ പിൻചൊല്ലുവാനും നമുക്കേവർക്കും സാധിക്കട്ടെ. അതിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് നിങ്ങൾക്ക് ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.